ഇന്നല്ലോ നിന്റെ കനവുകൾ പൂവണിയും രാവ്. റംസാനിലെ ചന്ദ്രിക പോലെ റങ്കുള്ളൊരു പെണ്ണ്. ഇന്നല്ലോ നിന്റെ കനവുകൾ പൂവണിയും രാവ്. പൊന്നാരപ്പൂമാരനുമായി ചേരുന്നൊരു രാവ്. കൽബിലാകെ പൂന്തേൻ മഴ പെയ്യുന്നൊരു രാവ്. തരുണികൾ ഒപ്പന പാടുന്നേ, മണവാട്ടി പെണ്ണ് ചിരിക്കുന്നേ. തരുണികൾ ഒപ്പന പാടുന്നേ, മണവാട്ടി പെണ്ണ് ചിരിക്കുന്നേ. റംസാനിലെ ചന്ദ്രിക പോലെ റങ്കുള്ളൊരു പെണ്ണ്. ഇന്നല്ലോ നിന്റെ കനവുകൾ പൂവണിയും രാവ്. അല്ലാ, കാക്ക മലന്ന് പറക്കുമല്ലോ ഇസ്മാലിക്ക. പറഞ്ഞോട്ടെടോ, കാക്ക മലന്നോ ചെരിഞ്ഞോ പറഞ്ഞോട്ടെ, അതിന് എനിക്കെന്താ? അല്ല, ഇസ്മാലിക്ക വീടും കൂടിയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയോ? വീട് ശ്രദ്ധിക്കുന്നില്ല, കൂട്ടി ശ്രദ്ധിക്കുന്നുണ്ട്. അല്ല, വീട്ടിലേക്ക് ഗ്യാസ് സിലിണ്ടറുമായി പോകുന്നതാണ്ടപ്പോ തോന്നിയതാ. കണ്ടാൽ അങ്ങനെ പലതും തോന്നും, അതങ്ങ് വിളിച്ചു പറയണ്ട. കാലത്ത് തന്നെ കാക്കാനെ പറത്തിക്കാൻ പോവാം. കെട്ടി കൂട്ടി ഉണ്ടാവും ഫോണ്. സുരേഷനല്ലേ? ആ, ഇന്ന് ബേബാ. ഓക്കെ. ഇങ്ങോട്ട് വന്നൂടോ. എന്റെ ഷർട്ട് മനസ്സിലാക്കി. ഉലുവിയോ ഒരു സിലിണ്ടർ ഗ്യാസിന്? സുഖാരട്ടാ, നിങ്ങളെ തട്ടിപ്പും വെട്ടിപ്പോയി എൻ്റെ അടുത്ത് വേണ്ട. നിങ്ങളൊരു 400 ഉറുപ്പിക എടുക്കി. പറ്റുവകയിലേ 250 എങ്ങോട്ടാ? എന്നാലും എനിക്ക് നഷ്ട. ഓഹോ, അപ്പൊ തരാനുള്ള കഴിച്ചെടുത്തല്ലേ? ഇസ്മായിലേ, ഇത് വീട്ടിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറാ, കടയെ പറ്റൂല. ആരെ കണ്ട കേസാ. ആരെ കണ്ട കേസാവൂല കാക്ക, പോലീസ് കാണണം. ഭീഷണിയാ? എന്നാ ഇപ്പൊ തന്നെ പോലീസിനെ വിളിച്ചത് പറഞ്ഞേക്ക്. ചായം കുടിച്ച് ബോർഡ് മുസിരിയാരെ. സുഹൃത്ത് എന്താ ഇവിടെ? സുധാകരേട്ടാ,
ഈ കച്ചവടത്തിന് നിങ്ങൾ നിൽക്കരുതായിരുന്നു. വീട്ടിൽ കത്തിക്കാൻ കൊണ്ടുവച്ച ഗ്യാസാ. എന്റെ കണ്ണ് തെറ്റിയപ്പോ അതും കൊണ്ടിങ്ങ് പോന്നു. ഉമ്മക്കെന്തിനപ്പൊ 2 സിലിണ്ടർ ഒന്ന് പോരെ? ഏ, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. വീട്ടിൽ കത്തിക്കാൻ വിറകില്ലായിട്ട് ആ പാവം ജമാല് കൊണ്ടുതന്നത് ഒരു സിലിണ്ടർ. രാവിലെ തന്നെ കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നു. സുധാകരേട്ടാ, എന്നാലും നിങ്ങൾ എന്നോട് ഇത് ചേരുതേനും. നിങ്ങൾക്ക് അടുപ്പൂടെ വിറ്റൂടേനോ? എന്തിനാ ഗ്യാസ് മാത്രം ആക്കിയത്? വാങ്ങാൻ ആളുണ്ടെങ്കി എന്താ വിറ്റൂടാത്തെ? എന്റെ ഗതി ഈ നാട്ടിൽ ഒരു പെണ്ണിനുണ്ടാവൂല. ആർക്ക് സൂറ, ഞാൻ പിടിച്ചുതരാ. തൊട്ടു പോരുത്. വിജയ, സിലിണ്ടർ കള്ളൻ, വീട്ടിലോട്ട് വാ. ഇനിയോ? ഗ്യാസ് പോയി. കഷ്ടം. ഹലോ, ഈ ടാക്സി ഡ്രൈവർ സുരേഷ് ബാബുവിൻ്റെ വീട് എവിടെയാ? ഡ്രൈവർ സുരേഷ് ബാബു? അതെ. ആ, സുരേഷ് ബാബു, നിങ്ങളെ നേരെ പോയി വളവ് കഴിഞ്ഞ് 2ാമത്തെ വീട്. ശരി. ആ, ഏയ്, ഇവിടെ മതി. 2 മിനിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇനി ഞാൻ വെയിറ്റ് ചെയ്യണോ? ശരി, പെട്ടെന്ന് പോയിട്ട് വാ. സുരേഷ് ബാബുവിന്റെ വീടല്ലേ ഇത്? അതെ, ആരാണ്? സുരേഷ് ബാബുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാനാണ് സുരേഷ് ബാബു. എൻ്റെ പേര് ഷെഹർബാനു. ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരിക. എനിക്കൊരു കാര്യം അറിയാനോ. ഷെഹർബാനുന് ഇപ്പം എന്താ അറിയണ്ടേ? അത് എൻ്റെ കല്യാണം നിശ്ചയിച്ചു. അതിനെന്താ, നല്ല കാര്യല്ലേ? അല്ല, കല്യാണത്തിന് ക്ഷണിക്കാൻ വന്നാ? നിങ്ങൾക്കൊരു റഫീഖിനെ അറിയോ? ടാക്സി ഡ്രൈവർ. പിന്നെ റഫീഖിനെ അറിയുന്നോ? അവനെന്റെ അടുത്ത ചങ്ങാതിയല്ലേ? റഫീഖ് ആളെങ്ങനെയാ? നല്ല പൊക്കമുണ്ട്, കാണാൻ സുന്ദരനുമാണ്. അതല്ല, പിന്നെ ചോദിക്കുമ്പോ ഒന്നും തോന്നരുത്. മദ്യപിക്കുമോ? ഞാൻ മദ്യപിക്കില്ല. അതെ, റഫീഖ് മദ്യപിക്കുമോന്നാ ചോദിച്ചത്. റഫീഖ് മദ്യപിക്കാനോ? അവനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ ടാക്സി സ്റ്റാൻഡിലില്ല. റഫീഖിന്റെ കല്യാണം നിശ്ചയിച്ചതാ. കുട്ടി ഏകദേശം ഇയാളെ പോലെ തന്നെ ഇരിക്കും. പേര് സെറീന. ഫോട്ടോ ടാക്സി സ്റ്റാൻഡിൽ എല്ലാരെയും കാണിച്ചതാ. ഇയാളെന്തിനാടോ കരയുന്നേ? ഷെഹർബാൻ പോവാണോ? എന്താ പറയാനിക്ക, വലിയ ഗമയിലാണല്ലോ. എടാ ജമാൽ, നീ ആണോ പെണ്ണോ? അതെന്താ പറയാനിക്ക അങ്ങനെ ചോദിച്ച്? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ജമാലേ, ഈ ആണോ പെണ്ണോ? വീട്ടിലൊരുത്തൻ ആണായിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ നിൽക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ കാര്യം പറയാനിക്ക. എടാ, നമ്മളെ മാനം നീ കെടുത്തില്ലടാ. 40 കൊല്ലായി പണി തുടങ്ങിയിട്ട്. അവർ എനിക്ക് കാര്യം എന്താ വെച്ചാൽ തുറന്നു പറ, വെറുതെ മനുഷ്യനാ. എന്റെ പുനാര പെങ്ങളില്ലേ സെറീന, ഓളെ നിക്കാഹ് നടക്കുകയില്ല. അത് തന്നെ. അവർ എനിക്ക് എന്താ പറഞ്ഞേ? സെറീനാന്റെ നിക്കാഹ് നടക്കില്ലെന്നോ? ചെറിയോന്റെ കാരണമൊന്നുമില്ലേ, ആ സുലൈമാൻ, ഖത്തർ സുലൈമാൻ, ഓനാ പറഞ്ഞത് നമ്മക്കും ബന്ധം വേണ്ടാന്ന്. അവർ എനിക്ക് എന്താ വെച്ചാൽ തെളിച്ച് പറ. ഉറപ്പിച്ച് നിക്കാതല്ലേ, വേണ്ടാന്ന് വെക്കാൻ മാത്രം.
നമ്മളെ സമുദായത്തിൽ ഉണ്ടോ പെണ്ണ് പിയ്യാപ്പിളിനെ പറ്റി അന്വേഷിച്ച് നടക്കല്? എവിടെയും കേട്ടിക്കോ. അന്വേഷിച്ചെന്നോ? ആരന്വേഷിച്ചെന്ന്? അന്റെ പുന്നാരപ്പങ്ങള് സെറീന ആ ആറാം പുറത്തോള് നാട് മുഴുവൻ അന്വേഷിച്ച് നടക്കുക. പിയ്യാപ്പിള കള്ളു കുടിക്കോ ചീട്ട് കളിക്കോ എന്നൊക്കെ. ഓന്റെ ഏതോ ചങ്ങായിനോട് പോയി ചോദിച്ചു അല്ലേ. ബാക്കിയുള്ളവര് ഓരോന്ന് തട്ടിക്കൂട്ടി കൊണ്ടുവരുമോ കുട്ടികളതങ്ങ് അസറായി കളിയാ. ഇനി വിചാരിക്കൂ അവറാനിക്കാക്ക് കമ്മീഷൻ പോയിലുള്ള വിഷമാ. ഇന്റെ പെങ്ങൾക്ക് സൂറാന്റെ കല്യാണത്തിന് ഇങ്ങനെ കമ്മീഷൻ തന്നിക്കടോ ഇല്ലാലോ. എന്നാലും അവറാനിക്ക, സെറീന ഒരു അക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് കല്യാണമേ വേണ്ട, ഞാൻ ഇക്കാൻ്റെ കൂടെ നിന്നോളാം, ഒരു ഭാരമാകുക എന്നൊക്കെയാ ചോദിക്കുക. സൂറാത്താൻ്റെ ജീവിതം കണ്ടിട്ടാ സെറീൻ എങ്ങനെ. ജമാലെ പോട്ട മോനെ, നമുക്ക് വേറെ നോക്കാം. ഓക്ക് നല്ലൊരു പിയാപ്പിളിനെ ഞാൻ കൊണ്ടുവരും. ഇപ്പോഴത്തെ കുട്ടികളല്ലേ പഠിപ്പും വിവരവും ഒക്കെ കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ടാ ഇനി ബേജാറാണ്ട് ജമാലെ. നീ എന്തൊക്കെയാ എന്നോട് പറയാതിരുന്നേ? എന്ത് കാര്യം? ഇക്കയോട് ഞാനെന്താ പറയാതിരുന്നേ? പക്ഷെ ഇത് മാത്രം നീ എന്നോട് മറച്ചു വെച്ചു. സസ്പെൻസ് വേണ്ട, കാര്യം പറ. നിനക്ക് സെറീന എന്ന് പേരിട്ടതാരാ? ഉമ്മ. ആ പേര് മാറ്റുമ്പോൾ എന്നോട് ഒന്ന് പറഞ്ഞുകൂടായിരുന്നു? നിന്റെ പേരെപ്പോഴാ മാറ്റിയേ? പേര് മാറ്റാനോ? ഇക്ക എന്തായി പറയുന്നേ? അതൊക്കെ പോട്ടെ, ഞാൻ എന്താ നിന്നെ വിളിക്കണ്ടേ? സെറീന എന്ന് വിളിക്കണോ അതോ ഷെഹർബാനു എന്ന് വിളിക്കണോ? എന്തായാലും എനിക്കിഷ്ടം. ഷെഹർബാനു നല്ല പേരാണ്. വടക്കേത്തോട് സീനത്തമ്മയുടെ മോളെ പേരും ഷെഹർബാനു എന്നാ. ഏയ്, ഞാൻ തമാശ പറഞ്ഞതല്ലേ. നീ അവിടെ പോയി റഫീഖിനെ പറ്റി അന്വേഷിച്ച് അവർക്ക് ഇഷ്ടമായില്ല. റഫീഖിനെ പറ്റി നല്ലോണം അന്വേഷിച്ചിട്ട് തന്നെയാ ഞാൻ ഈ ബന്ധത്തിൽ നിന്ന്. സൂറാത്താൻ്റെ അനുഭവം നിനക്കുണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമാണ്. ഏയ്, കരയണ്ട. റഫീഖിനേക്കാൾ നല്ലൊരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിക്കും. ശരി, നീ എന്താ കുട്ടികളെ പോലെ? നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്കും വേണം. നീ പോയി അന്വേഷിച്ചെങ്കിൽ ഇക്ക ഒരു തെറ്റും പറയില്ല. അങ്ങനെയല്ലല്ലോ നാട്ടുകാര്. അവർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? നമ്മുടെ ഉമ്മാൻ്റെയും സൂറാത്താൻ്റെയും ജീവിതം കണ്ടാ നീ വളർന്ന്. ഏതൊരു പെൺകുട്ടിയും ഉള്ളിലൊന്നും ഭയക്കും. ഇക്ക നിന്നെ കുറ്റം പറയില്ല. ഉമ്മയും ബാപ്പയും ഇല്ലാത്തവരാ നമ്മൾ. വരുന്നതൊക്കെ നമുക്ക് സഹിക്കാം, അല്ലാതെ എന്താ? എന്നോട് ദേഷ്യമുണ്ടോ കാക്ക്? ഏയ്, എനിക്ക് നീയും സൂറാത്തയും മാത്രമല്ലേ ഉള്ളൂ. ഞാൻ ആരോടാ ദേഷ്യപ്പെടേണ്ടത്? ജമാലേ, വാ, ഇതാര്? റഫീഖോ? വാ, ഇരിക്കും. വേണ്ട, ഞങ്ങളിവിടെ നിന്നോളാം. ഞാനൊരു തമാശയായിട്ട് ഇത് കരുതിയിട്ടുള്ളൂ. ഇത്ര സീരിയസ് ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരു കല്യാണം മുടങ്ങാന്നൊക്കെ പറഞ്ഞാല് സെറീന ചെയ്തതും തെറ്റ് തന്നെയാ. സുരേഷിനോട് മാത്രമല്ല, റഫീഖിനെ പറ്റി പലരോടും അന്വേഷിച്ചിട്ടുണ്ടാവുള്ളൂ. സോറി റഫീഖെ, ഒരു ക്ഷമ പറഞ്ഞാൽ തീരില്ല. ഏയ്, സോറി ഒന്നും പറയണ്ട, ഒക്കെ എനിക്കറിയാം. റഫീഖിന് എന്താ ഞങ്ങളെ പറ്റി അറിയുന്നത്? ബാപ്പ ജീവിച്ചിരിക്കുമ്പോൾ ബാപ്പ ഇല്ലാന്ന് പറയേണ്ട ഗതികേട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാനും സുറാത്തയും സെറീനയും അങ്ങനെ വിചാരിക്കുക, ബാപ്പ ഇല്ലാന്ന്. സുറാത്താൻ്റെ അനുഭവം അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത്. എൻ്റെ അനുജത്തി ഒരു പാവ റഫീഖെ. സൂറാത്താൻ്റെ മാപ്പിള ഇസ്മായിൽക്ക മദ്യവെച്ചും ഷീറ്റ് കളിച്ചും ഒക്കെ നശിപ്പിച്ചു. എൻ്റെ ബാപ്പാനറിയാലോ, സകല വൃത്തികേടുകളായി. പണം മാത്രം ഉണ്ടായാൽ മതിയോ മനുഷ്യനായ? പഞ്ഞിപ്പോയിൽ കുഞ്ഞുമതിൻ്റെ മക്കളാണ് ഞങ്ങൾ. ബാപ്പ ആനപ്പുറത്താന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രാവും പകൽ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാ
ജമാലെ അതൊക്കെ പോട്ടെ. ഞങ്ങളിപ്പം വന്ന എന്തിനാണെന്നറിയോ? റഫീഖിന് സെറീനാനെ ഇഷ്ടാ. ആ, ഈ കല്യാണത്തിന് ആങ്ങളയായ നീ എതിര് നിന്നാലും നിന്റെ പെങ്ങളെ റഫീഖ് കട്ടുകൊണ്ടുപോകും. അതുറപ്പാ. ഇവിടെ സെറീന അകത്തുണ്ട്. എനിക്ക് സെറീനാനെ ഇഷ്ടമല്ല കേട്ടോ, എനിക്കിഷ്ടം ഷെഹർബാനുനെ. ശരി. ഇതാര് ഇസ്മായിൽ കെയോ? എന്താ ഇവിടെ? ഞാൻ ഇന്നെ കാത്തു നിന്നതാ. വലിയ ബഹുമാനമൊന്നും വേണ്ട, കല്യാണം കഴിഞ്ഞിട്ടും ഇത് ഉണ്ടായാൽ മതി. അല്ല, പഞ്ഞിപ്പോയിൽ കുഞ്ഞായ്മേന്റെ സ്വത്ത് കണ്ടിട്ടോ അല്ല ആ കുട്ടിന്റെ തൊലിവെളുപ്പ് കണ്ടിട്ടോ ഈ ബന്ധത്തിൽ നിന്ന് സ്വത്ത് മുഴുവൻ ആ കാക്കാനെ കഴിച്ചില്ല. രണ്ടാമത് കല്യാണം കഴിച്ച ആ സുലേഖല്ലേ, ഓളെ പേരില്ലല്ലോ. ആ, എനിക്കൊരബദ്ധം പറ്റിയതാ. പറ്റിപ്പോയത് നിങ്ങൾക്കല്ല, സുഹൃത്താത്തക്ക. പഞ്ഞിപ്പോയിലെ കുഞ്ഞുവെക്കാനെ സ്വത്ത് കണ്ടിട്ടല്ലേ നിങ്ങൾ സുഹൃത്താത്തിന്റെ പിന്നാലെ നടന്നത്? നാട്ടുകാർ അങ്ങനെ ഒക്കെ പറയും, ഒരബദ്ധം ആർക്കും പറ്റൂലടോ. 25 പാവിനും 1 ലക്ഷം ഉറുപ്പിയും സ്ത്രീധനായിട്ട് ചോദിച്ചോ. എന്നാൽ 25,000 ഉറുപ്പിയും 10 പാവിനും. ആ, പൊന്നിന്റെ വില നോക്കുമ്പോൾ 10 കിട്ടിയാ പായി. ഭാര്യ വീട്ടുകാരെ സ്വത്ത് കൊണ്ട് ജീവിക്കേണ്ട ഗതികളൊന്നും എനിക്ക് വന്നിട്ടില്ല ഇസ്മായിൽ. ആ, ഇസ്മായിൽക്ക ആരാ? എവിടെ? അതിന്റെ ബാപ്പാവ് കാണിച്ചു കൊടുക്ക്. ഓണം വെക്ക് മോനെ. ഞാൻ ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങിയത് പല നാളികൾക്കും ഇഷ്ടപ്പെട്ടില്ല. അതോ എൻ്റെ ബാപ്പാക്ക് കാണിച്ചു കൊടുക്കും. എന്ത്? ഒരു പഴയ കക്കൂസും കുളിമുറിയും വിൽക്കാണ്ട് കളി ഇസ്മായിലിനോണ്ടാ. എത്തി ഇന്നൊരു സിറ്റിംഗ് ഉണ്ട്, 2 കോടി ഉറുപ്പിയുടെ മുതലാ. വിട്ടോട്. അല്ല, ഏട്ടൻ പോയപ്പോള് റിയൽ എസ്റ്റേറ്റ് കളിച്ചിട്ട് പലതും തടയുന്നുണ്ടാ? തടയുന്നുണ്ട്. നടന്നു പോകുമ്പോ കാലില് കല്ല് തടയുന്നുണ്ട്. എന്താ? വേഗം നടക്കടി. ഇതാരേത്? ഫാത്തിമ കുട്ടിയോ? ജമാൽ എവിടെ? ജമാൽക്ക് കാലത്ത് പോയതാ. നിന്റെ വിചാരം എന്താ? കൊച്ചു കുട്ടിയാന്നാ? നീ റഫീഖിനെ പറ്റി അന്വേഷിക്കാൻ പോയിന്നോ? കല്യാണം മുടങ്ങിന്നൊക്കെ കേട്ടല്ലോ. മുടങ്ങിയിട്ടില്ല, മുടക്കാൻ പലരും നോക്കി. പിന്നെ റഫീഖാക്കെന്നെ ഇഷ്ടായതുകൊണ്ട് പാരയൊന്നും ഏറ്റില്ല. റഫീഖയാ? കൽക്കണ്ടി. അത് പറയുമ്പോ വായി തേനല്ലേ. നാട് നീളെ അന്വേഷിച്ച് നടക്കുക, കള്ളുടിക്കോ ഷീട്ട് കളിക്കോന്ന്. എടി തലതിരിഞ്ഞോളെ, നിന്റെ ഭാഗ്യ ഓനെപ്പോലെ ഒരുത്തനെ കിട്ടിയത്. അതല്ലേ ഈ സെറീനന്റെ പ്രത്യേകത, എല്ലാം തലതിരിച്ച. ഇസ്മായിൽക്ക് എവിടെ? ഇന്ന് ഫാത്തിമ കുട്ടിക്ക് ക്ലാസ് ഇല്ലേ? ഒരു കുറേശി പാത്തു. ഇസ്മയിൽക്ക് ഇനി ഈ വീട്ടുമുറ്റത്ത് ചവിട്ടില്ലെന്നാ പറയുന്നേ. ഞാൻ ഊഹിച്ചതുപോലെ തന്നെ സൂറാത്താന്റെ ഈ വരവിലെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ഇസ്മായിൽക്കോട് ചെയ്ത്? പൊന്നിന് വില കൂടി. പൊന്നിന് വില കൂടിയാനെ ഇസ്മായിൽക്ക് എന്തിനാ പിണങ്ങുന്നേ? എനിക്കറിയില്ല മോളെ. വെറും കള്ളുകൂടിയാ, ഒരു പണിക്കും പോന്നില്ല. ഷീട്ടും കളിച്ച് നടക്കുക. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയിട്ടുണ്ട്.
കഴിഞ്ഞ ആഴ്ചയായിരുന്നു തല്ലും കൊണ്ടാ വന്നത്. റിയൽ എസ്റ്റേറ്റ്. അവറാൻക്ക് അന്ന് പറഞ്ഞതാ, സൂറ നീ കരയേണ്ടി വരുന്നു. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാ കരച്ചില്. ആദ്യം സ്ത്രീധനം കുറഞ്ഞതിന്, ഇടിയും വെളുപ്പാന്റെ കയ്യിലെ സ്വത്തും പണവും കണ്ടിട്ട് ഈ ചാട്ടം. നമ്മളുമ്മാനെ കെട്ടിക്കൊണ്ടുവരുമ്പോ 100 പവനുണ്ടായിരുന്നത്രേ. ഉമ്മയങ്ങ് പോയി. കണ്ട, ഇതൊക്കെ ഒരു നേക്ക് ചെയ്യണം. അപ്പൊ ശരിയായി കിട്ടും. നിങ്ങൾ ബാപ്പാന്റെ കാര്യം പറയാന്നേ, പഴയൊരു സൈക്കിളും കൊണ്ട്. അത് തന്നെയാ ഞാൻ പറഞ്ഞത്. എന്ത് സൈക്കിളിന്റെ കാര്യം? നിനക്ക് ഇനി നേരം വെളുത്തിക്കില്ല. എല്ലാറ്റിനും ഒരു നേക്കും പാങ്ങൊക്കെ ഉണ്ട്. നിങ്ങൾ പുതിയ കുട്ടികളാ, അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നാട്ടുകാർക്ക് നോക്കണ്ടേന്ന്. പുതിയാപ്പിളക്ക് കൈ കൊടുക്കേണ്ടത് ബാപ്പയാ. ഞാൻ പോവില്ല. ആ മുറ്റത്ത് ചവിട്ടുന്ന പ്രശ്നമില്ല. എനിക്ക് അയാളെ കാണുന്ന ആർപ്പാ. ബാപ്പ മയ്യത്തായി എന്ന് പറഞ്ഞ് നടക്കുന്നവനാ ഇഞ്ഞി. ഇതിപ്പോ സെറീനാന്റെ കാര്യ. കാനത്തിന് പഞ്ഞിപ്പൊയിൽ കുഞ്ഞുമ്മ തന്നെ കൈ കൊടുക്കണമെന്ന വാശിയാ. പുതിയാപ്പിളന്റെ കാരണവനില്ലേ, ആ ഖത്തർ സുലൈമാൻ, ഓന്റെ കളിയാ. എന്റെ അവറാനിക്ക, സെറീന സൂറാത്താനോട് പറഞ്ഞത്രേ കാനത്തിന് ബാപ്പ ഉണ്ടാവണം. എന്നോടൊന്നും പറയില്ല. സൂറാത്താന്റെ കല്യാണത്തിന് ഉമ്മ പോയി കാല് പിടിച്ചാ ബാപ്പ വന്നില്ല. അന്ന് നിക്കാഹിന് കൈ കൊടുത്ത ഞാനല്ലേ. എല്ലാം അറിയുന്ന അവറാനിക്ക് തന്നെ പറയണം. എൻ്റെ ഉമ്മാന്റെ കണ്ണീര് വീണ മണ്ണാത്. ജമാലെ, ഒക്കെ എനിക്കറിയാ. നിന്റെ സെറീനാക്ക് വേണ്ടിയല്ലേ. ബാപ്പ ജീവിച്ചിരിക്കുമ്പോ അത് ബാപ്പ എന്നെ ചെയ്യണം. ബാപ്പ മയ്യത്തായിന്ന് ഇയല്ലേ പറയൂ, അത് നാട്ടുകാർ പറയൂലോ. ആ മുറ്റത്ത് ചവിട്ടുമ്പോ എൻ്റെ കാല് പൊള്ളു അവറാനിക്ക. എനിക്ക് ആ മുഖം കാണുന്ന തന്നെ അർപ്പാ. ഞാൻ മോന്തേല് നോക്കണ്ട, തായോട്ട് നോക്കി കാര്യം പറ. വരട്ടേന്ന്. എൻ്റെ ബാപ്പാന്റെ സ്ഥാനത്താ ഞാൻ നിങ്ങളെ കാണുന്നത്. ഇഞ്ഞ മുറ്റത്ത് പോയി പറ കാനത്തിന് പേര്. മനുഷ്യന്മാരല്ലേ, ദുനിയാവില് തോക്കലും ജയിക്കലും ഒന്നുമില്ല. തോപ്പിക്കണ്ടോ അങ്ങ് മോളിലാള്. അല്ലാ, എന്താണ് മനസ്സിലാക്കിയത്? ഞാൻ എന്റെ തോന്നിയ പോലെ ജീവിക്കും. എന്നോട് ചോദിക്കാൻ ആരാടിയുള്ളത്? എന്റെ മുമ്പിൽ വന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ആരാടി? ഇനി ഇവിടെ വേണമെന്ന് എനിക്ക് വല്ല നിർബന്ധമൊന്നുമില്ല. എങ്ങോട്ടും പോയിക്കോ. കുട്ടിയോടെ കുട്ടി എങ്ങോട്ടും പോയിക്കടി. എല്ലാരും പോയാല് നിങ്ങളെ തോന്നിയാസിൽ ജീവിക്കാലോ. ഏതെങ്കിലും പെണ്ണുങ്ങളെ കൊണ്ടുവരണ്ടേ? കൊണ്ടുവരടി. ഞാൻ എനിക്ക് തോന്നിയ പെണ്ണുങ്ങളെ കൊണ്ടുവരും. ആയി ചോദിക്ക ഇഞ്ഞാരാ? ഞാൻ നിങ്ങളെ ആരുമല്ല. വെട്ടിയോട് അനുസരണയോട് ജീവിക്കണം. അനുസരിപ്പിക്കാൻ എനിക്കറിയാം. സുഖായല്ലോ. അതിന് നീ മയ്യത്താകൊന്നും വേണ്ട. ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും. കുറ്റൊരു പാട്ടം പറഞ്ഞാലും നിപ്പിക്കാൻ ഞാൻ ഈ മാറെ
നമുക്ക് വിട്ടു പോവാ എന്നെ ബെൽറ്റ് കാണിച്ച് പേടിപ്പിക്കാതല്ലേ? ഈ കുട്ടി എന്താ കളിക്കുന്നേ? ഇവളെന്നെ ബെൽറ്റ് കാണിച്ച് പേടിപ്പിക്കുക. ബെൽറ്റ് കണ്ടാലൊന്നും ജമാലിക്ക പേടിക്കില്ല മോളെ. ബാപ്പാന്റെ ബെൽറ്റ് പ്രയോഗം ഒന്ന് കാണണം. ബാപ്പാന്ന് പറയുന്നേരം വായിന്ന് തേനൊലിക്കുന്നു. തേനല്ല സൂറാത്ത, ഉമ്മാന്റെ മൂക്കിൽ നിന്ന് വന്ന ചോര ഓർമ്മ വരുന്നത്. ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ടോ? നാളെ ആ മുറ്റത്ത് പോയി നിൽക്കുന്ന കാര്യം ഓർത്തിട്ടാ. നിനക്കിഷ്ടല്ലേ നീ പോണ്ട. എന്റെ നിക്കാഹിന് കൈ കൊടുത്ത് നീയല്ലേ. സെറീനക്ക് അങ്ങനെ മതി. നീ അങ്ങനെ ആരേലും മുന്നേ തോക്കണ്ട. മോളെ കല്യാണത്തിന് ബാപ്പാനെ ക്ഷണിക്കാൻ പോവാ. നല്ല ഫാമിലി. സെറീനാന്റെ കല്യാണം ശരിയായിട്ടുണ്ട്. കാനയത്ത് സമയത്ത് നിങ്ങൾ അവിടെ വേണം. ഇല്ലെങ്കിലോ? വാപ്പയല്ലേ പുതിയാപ്പിളക്ക് കൈപിടിച്ചു കൊടുക്കണ്ടേ? ഇല്ലെങ്കിലോ? സൂറാത്താന്റെ കല്യാണത്തിന് കൈപിടിച്ചു കൊടുത്ത് ഞാനാ. അതുപോലെ ആവരുതെന്ന് കരുതിയിട്ടാ ഞാൻ ഈ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്. ഇമ്മുറ്റത്ത് പലരും വന്ന് നിൽക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചവരെ പറഞ്ഞയക്കാൻ ഞാൻ. എനിക്കിപ്പോ എന്താ വേണ്ടേ? ജമാലമോ കേറിയിരിക്കേ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നിക്കാന് നിങ്ങൾ വരുമോ? ഇല്ലാലോ. നിക്കാഹ് നിങ്ങൾ വരുമെന്ന് പറ. ചാവുട്ടി പല്ലും കാഴ്ചകളെ ആസത്തെ ആണുങ്ങൾ പറഞ്ഞിടത്ത് പെണ്ണുങ്ങൾ ആളാകുക എനിക്ക് മനസ്സിലാവുകേ. ഞാനുടെ മക്കാലത്ത് എനിക്ക് വേണ്ട. പഞ്ഞിപ്പൊയിൽ കുഞ്ഞമ്മദാജി മയ്യത്തായിട്ട് കുറെ കാലായി. നാട് പോയി മഞ്ഞ് പറഞ്ഞു നടന്നില്ലേ? അപ്പൊ മയ്യത്തായി ഇന്ന് ഇഞ്ഞെന്റെ മോനല്ലടാ. പള്ളിപ്പറമ്പില് ഖബറിന്റെ ഉള്ളിൽ കിടക്കുക എൻ്റെ ഉമ്മ. പൊരുത്തപ്പെടാത്തന്തേ പറഞ്ഞോണ്ടല്ലോ. മുകളിലൊരാളുണ്ട് എല്ലാം സാക്ഷിയെ. എരന്ന് വാങ്ങരുതൊന്നും. ജമാലഞ്ഞി പോയിക്കോ. പൊന്നിനും പണ്ടത്തിനൊന്നല്ലല്ലോ ഞാൻ ചോദിച്ചേ. സ്വന്തം മകളെ നിക്കാഹിന് കൈകൊടുക്കാനല്ലേ? ഒരു ബാപ്പാന്റെ സ്ഥാനത്ത് നിന്ന്. എന്റെ ബാപ്പ മയ്യത്തായെന്ന് ഞാൻ പറഞ്ഞല്ല, എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാ. സൂറാത്താന്റെ കല്യാണത്തിന് ഈ മുറ്റത്ത് നിന്ന് കെഞ്ചിയിട്ടുണ്ട് എൻ്റെ ഉമ്മ. നിങ്ങൾ വന്നില്ല. ഞങ്ങളൊന്നും അറിയാതെ ഒരിക്കൽ കൂടി എൻ്റെ ഉമ്മ ഈ മുറ്റത്ത് വന്ന് നിന്നിരുന്നു നിങ്ങളുടെ മുന്നിൽ കൈനീട്ടാൻ. സമയത്ത് എൻ്റെ ഉമ്മാന്റെ ഓപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ ആ പാവം ഇന്നും ജീവിച്ചിരിക്കില്ലായിരുന്നു. നിങ്ങളെ മനസ്സ് കല്ലല്ല, കാരിരുമ്പ. ഒരു കണ്ണീരിന് അലിയിക്കാൻ കഴിയില്ല. തളർന്നു കിടക്കുന്ന കാലുകൊണ്ട് എൻ്റെ ഉമ്മാന്റെ നെഞ്ചത്ത് ചവിട്ടുന്നത് കണ്ടു നിന്നവനാ ഞാൻ. പരസഹായം ഇല്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ലല്ലേ? പ്രാർത്ഥിച്ചോ, ചെയ്തു പോയ തെറ്റുകൾക്ക് പൊറുക്കണേന്ന്. ഇസ്മായിൽക്ക് ഞാൻ പറയട്ടെ, ഒന്ന് നിക്ക്. വേണ്ട, അജ്ജി ഒന്നും പറയണ്ട. ഒന്ന് പറഞ്ഞോട്ടെ. ഇനി പറഞ്ഞോടത്തോളം മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഇസ്മായിൽക്ക പ്ലീസ്. പ്ലീസും പൂസൊന്നും എനിക്ക് കേൾക്കണ്ടെന്ന്. ഞാൻ തിരക്കില്ല, എനിക്കൊരു സിറ്റിംഗ് ഉണ്ട്. സെറീനാന്റെ കല്യാണക്കാരിയാണെങ്കിലേ ഒന്നും പറയണ്ട. ഞാൻ ബാപ്പാന്റെ അടുത്ത് പോയിരുന്നു, വരില്ല എന്നാ പറഞ്ഞു. വന്നിട്ട് എന്ത് മല മറിക്കാനാ? സൂറാൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ച ഇനിയല്ലേ. സെറീനാന്റെ കാര്യത്തിൽ അങ്ങനെ മതി. റഫീഖ് എന്താ എന്നെക്കാളും വലിയ സുജായിയോ? കാനത്തിന് മനസ്സിന്റെ വന്നോട്ടെ.
എനിക്ക് കുറച്ച് പൊന്നും പണവും തരുമോ ചോദിക്കരുതോ? ഇത് കുറച്ച് എനിക്ക് കൊണ്ടാ അജ്ജി കൊടുക്കലും കാനെത്തും. ഒരു ഭാഗത്ത് വാപ്പ, മറുഭാഗത്ത് ഇസ്മായിൽക്ക. ചെകുത്താനും കടലിനിടയിലായ പോലെ. ഓഹോ, ഞാൻ ചെകുത്താൻ, കടലിന്റെ ബാപ്പയും. ആയിക്കോട്ടെ ജമാലേ, ഞാൻ എന്റെ മൂത്ത പെങ്ങളെ പുയ്യാപ്പളയാ, അത് മറക്കണ്ട. ഇസ്മായിൽക്ക, ഒരു അത്യാവശ്യ കാര്യം പറയാനാ. എനിക്ക് ഒന്നും കേക്കണ്ട. റമ്മി കളി ചൂതാട്ടമല്ലെന്ന് മദ്രാസ് ഹൈക്കോടതി. വെരി ഗുഡ്. ചാന്ന് വരപ്പിക്കും ഞാൻ. ആരെ? മൈസ്രേട്ടിന് അല്ല, എന്റെ അളിയനെ. ഓനേ കുറച്ച് നെഗളിപ്പ് കൂടുതലാണ്. പഞ്ഞിപ്പോയിൽ കുഞ്ഞമ്മതിന്റെ മോനാന്നുള്ള നെഗളിപ്പ് അച്ചെറിയോണ്ട്. അപ്പൊ എനിക്കൊരു വിലയില്ലേ. സൂറും മോളും കുറച്ചാടെ നിക്കട്ടെ, എന്റെ കാല് പിടിക്കാൻ വരും. ഇസ്മായിലേ, നടക്കുന്ന കാര്യം പറയും. ഓൻ ആൺകുട്ടിയാ, നീ അങ്ങോട്ട് പോയി കാല് പിടിക്കേണ്ടി വരും. സുധാരേട്ടാ, കളിയാക്കല്ലേ. ഓനും വരും, ഓന്റെ ബാപ്പാന്റെ ബാപ്പയും വരും. സുധാകര, കടുപ്പത്തിലൊരു ചായ, വെള്ളം കുറച്ച്, പഞ്ചാര ഇച്ചിരി മതി. ഇന്നെന്തിനാ ചായ കുടിക്കുന്നത്? ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചാ പോരെ? പായത്തിലെ കൊയ്യുമ്പോ പച്ചിലെ ചിരിക്കും ഇസ്മായിലേ. വിവരക്കേട് ഒരു കുറ്റല്ല ഇസ്മായിലേ. ഇനി ജമാലിനോട് പിണങ്ങിന്നു കല്യാണത്തിന് കൂടുതലൊന്നും പറഞ്ഞിനോ? ഏയ്, ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ നീ സൂറാനെയും മോളെയും വീട്ടിൽ കൊണ്ടുവന്നാക്കിയേ? മോക്ക് സ്കൂൾ അടച്ചല്ലേ, കുറച്ച് ദിവസം ഓളോ വീട്ടിൽ പോയി നിൽക്കട്ടെ. അല്ലാണ്ട് പിണക്കവും ബാക്കൊന്നും അല്ലല്ലേ. ശരി, ചായയും കുടിച്ച് നിങ്ങളെ ബൈക്ക് ഓടും. വെള്ളിയാഴ്ച ചുമാക്ക് പള്ളി കണ്ടപ്പോ ജമാൽ ഇസ്മായിലിനോട് സലാ ചൊല്ലില്ല. അതിന് പള്ളി പോക്കട്ടെ ഇസ്മായിലേ. എല്ലാം പോയി അവറാൻക്കൊരു ചെവിയിൽ ഓതി കൊടുക്കണ്ട. അവറാ ഇന്നെ നോക്കിയാണ് പിടിക്കണോ? ഇതാ, ഇത് വെച്ചോ. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് ഇതിന് കമ്മീഷൻ ഉണ്ട്. നിങ്ങളിവിടെ സ്ഥിരതാമസാണോ? ഞങ്ങൾക്ക് ടൗണിൽ വീടെടുക്കുന്നുണ്ട്. പണി കഴിഞ്ഞ് അങ്ങോട്ട് മാറും. അതുവരെ ഇവിടെ ഉണ്ടാവും. ശരി ഉമ്മ. ഏയ്, ഒരു സംശയം ചോദിച്ചോട്ടെ? എന്താ എന്താ സംശയം? നിങ്ങൾ ജമാലല്ലേ, സെൽഫി കോളേജിൽ പഠിച്ച, കീബോർഡ് വായിക്കുന്ന, പാട്ടൊക്കെ പാടുന്ന? കീബോർഡ് വായിക്കാനോ? ഞാനോ? കുട്ടിക്ക് ആള് മാറിയത്. എൻ്റെ പേര് അൻവർ എന്നാണ്. അൻവറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മയില്ല, ബാപ്പയില്ല. ഞങ്ങൾ 3 മക്കളാ. മൂത്ത ആള് സൂറാത്ത. കല്യാണം കഴിച്ചത് ഇവിടെ കല്ലായി തന്നെയാ. പിന്നെ ഒരു അനുജത്തി സെറീന. അടുത്ത ആഴ്ചയാ കല്യാണം. പുതിയാപ്പിളയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. ടാക്സി ഡ്രൈവറാ റഫീഖ്. കല്യാണത്തിന് ഞങ്ങളെ ക്ഷണിക്കോ? ജമാല, നീ ഒന്ന് പെട്ടെന്ന് വാ. അപ്പോ ജമാലെന്നും വിളിക്കും. നിനക്ക് വിളിക്കാൻ കണ്ട സമയം സർവവും ചീറ്റിപ്പോയി. എന്ത്? നീ വണ്ടി എടുക്കണം പൊട്ട.
കാലനത കൊടയും കൊണ്ട് ആര് ഓറോണിക്കോ എന്താ അവറാനിക്ക് ഇങ്ങനെ വെയിലത്തേക്കുന്നേ? ഞാൻ കുറെ വെയിലും മയം കൊണ്ടതാ. ഇനി സെറീന എന്റെ കല്യാണത്തിന് കൂടില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറയത്തില്ല. കള്ളശീത്താൻ എന്താ കാരണം? ഇനി ചൊടിക്കാനുള്ള കാരണം എന്താ? അത് വെള്ളിയാഴ്ച ജുമാക്ക് അതിനിപ്പോ പള്ളി പോക്കുണ്ടോ? ആ കാരണം പുടി മൂത്ത പിയ്യാപ്പിളല്ലേ, കല്യാണത്തിന് ആ കുട്ടിക്ക് കാപ്പാവന്റെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമല്ലോ. അതല്ലേ ഇസ്മായിലേ, ആള് ബുദ്ധിയുള്ളവനാ. അല്ലാണ്ട് സെലാൻ ചൊല്ലില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും പിണങ്ങൂടോ? സെലാൻ എനിക്ക് കൂടെ മുസ്ലിം എന്താ പറഞ്ഞേ? തന്നിൽ മൂത്തോലെ കണ്ട ബഹുമാനിക്കാൻ അറിയില്ലെങ്കിൽ ഇസ്മായിലേ, എന്റെ ബാപ്പാന്റെ പ്രായം എനിക്ക് വെള്ളിയാഴ്ചയും ജുമായ ഞാൻ കണ്ടത്ര കണ്ടിട്ടില്ലല്ലോ. കല്യാണത്തിന് ചെല്ലെങ്കിൽ അവറാനൊരു വരവ് വരും, ഒരു വരവ് കൂടി. ഇത് അവറാന്റെ വാക്കാ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. നീ കരയാ ഒരു തമാശ പറയുമ്പോഴേക്ക്? ഇങ്ങനെ കരഞ്ഞാലോ? നമുക്ക് രണ്ടുപേർക്കും എന്നും ഓർമ്മിക്കാൻ പറ്റിയൊരു തമാശയല്ലേ? ഗതികേട് കൊണ്ടാ പേര് മാറ്റി പറഞ്ഞത്. ഉമ്മാന്റെയും സൂറത്താന്റെയും കണ്ണീര് കണ്ടാ ഞാൻ വളർന്നത്. എൻ്റെ ഉമ്മ മരിച്ചതല്ല, ശരിക്കും കൊന്നതാ എൻ്റെ ബാപ്പ. എല്ലാ ദിവസവും ഉമ്മാനെ തല്ലും ബാപ്പ. അവസാനം ഉമ്മാനെ ചികിത്സിക്കാനുള്ള പൈസ പോലും തന്നില്ല. ഉള്ളതൊക്കെ വിറ്റ ഹോസ്പിറ്റൽ ചെലവ് നടത്തിയത്. ഉമ്മ ഞങ്ങളെ വിട്ടുപോയി. രാത്രിയായ ജമാൽക്ക് ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ച് പറയും, ഏതെങ്കിലും ഒരു നക്ഷത്രത്തെ നോക്കി ഇത് നമ്മളെ ഉമ്മയാണ്. ഇയാള് ഞാൻ കാരണം ഒരിക്കലും കരയേണ്ടി വരില്ല, സത്യം. ഇഞ്ഞെന്താടി നോക്കി പഠിപ്പിക്കുന്നത്? ഇങ്ങനെ തോപ്പിക്കണോ? എല്ലാരും നമ്മളെ തോപ്പിക്കാൻ നോക്കുക. ആരാരെ തോപ്പിച്ചുന്നാ? തോറ്റത് നിങ്ങളാ. ജമാലി മുറ്റത്ത് വന്ന് കാല് പിടിച്ചില്ലായിരുന്നോ? കരഞ്ഞോണ്ടോ അവൻ ഇറങ്ങിപ്പോയത്? ഈ പയ്യാണ്ടായപ്പോ നാനിച്ചിരി നീളം കൂടിയിട്ടുണ്ട്. കളി എന്റെ അടുത്ത് വേണ്ട. പഞ്ഞിപ്പോയിൽ കുഞ്ഞമ്മനെ തോപ്പിക്കാൻ ഒരുത്തരും നോക്കണ്ട. നിങ്ങക്ക് തോന്നുകയല്ലേ എല്ലാരും ഇങ്ങളെ തോപ്പിക്കാൻ നടക്കുകയാണെന്ന്? ആരാ തോക്കണ്ടേ? എന്റെ മുട്ട ഒരുത്തന്റെ മുമ്പിലും മടങ്ങൂല. നിങ്ങളെ മുട്ടന് വിചാരിച്ച പോലെ മടങ്ങൂലാന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? ഓനാൺകുട്ടിയാ. 2 പെൺകുട്ടികൾക്ക് പിയ്യാപ്പിളേനെ എടുത്തില്ലേ? കടം വാങ്ങിയിട്ടോ വിറ്റിട്ടോ പണയപ്പെടുത്തിയിട്ടോ എന്തായാലും മാനം മര്യാദയായിട്ട് ചെയ്തോ. ഓന്റെ ഉമ്മാന്റെ പേരിലുള്ള 15 സെന്റ് സ്ഥലം പറ്റിട്ടാ കല്യാണം നടത്തിയത്. ആ കുട്ടികളിൽ നിന്ന് കുടിക്കുന്ന കണ്ണീരിന് ഞാനും കൂടി കാരണാന്ന് ഓർക്കുമ്പോ എല്ലാവർക്കും തിമിരം വന്നാലാ കണ്ടു കാണാണ്ടാവുക. നിങ്ങൾക്കത് പണം കൂടിയപ്പോഴാ. ചതിയാ ഞങ്ങള്. ആ 3 കുട്ടികളെ ശാപ എന്റെ തലയില്. ഇവിടെ ഇരിക്കടോ. ഇന്റെ ഈ പൊന്നുകൊണ്ട് ഞാൻ തുടങ്ങാ ഫാത്തിമ. കച്ചവടം ചെയ്ത് ലാഭം കിട്ടിയാല് ഇന്റെ പൊന്ന് ഞാൻ മാറ്റരും. ഇന്റെ പൊന്ന് നിങ്ങളെ പൊന്നൊന്നും പറയണ്ട. 2 പെൺകുട്ടികളെ നമുക്ക് അത് മറക്കണ്ട. ഞാനൊന്ന് നിവർന്ന് നിക്കട്ടടോ. നമ്മളെ കുട്ടികളെ പൊന്നു ചൂടിക്കൂലേ ഓലെ നിക്കാഹിന്. ഇനി നോക്കിക്കോ.
ഹലോ, ഞാൻ ജാസ്മിൻ. എൻ്റെ ഫോണാണ്. നേരത്തെ ഓട്ടോയിൽ വെച്ച് മറന്നതാ. പ്ലീസ് ഒന്നിവിടെ എത്തിച്ചേരുവോ? ശരി. ഞാൻ കരുതി വരില്ലാന്ന്. നീ ഇത് മനപ്പൂർവ്വം ഓട്ടോറിക്ഷയിൽ വെച്ചല്ലേ? സത്യമായിട്ടല്ല, മറന്നുപോയതാ. മനപ്പൂർവ്വം വണ്ടി ഫോൺ വെക്കുക. സ്റ്റാൻഡിൽ വേറെ ഓട്ടോറിക്ഷ ഉള്ളപ്പോ നീ എന്തിനാ എന്നെ കാത്തു നിൽക്കുന്നേ? യാത്രക്കാര് തീരുമാനിക്കും ഏത് വണ്ടിയിൽ യാത്ര ചെയ്യണമെന്ന്. ഞാൻ ജമാലിന്റെ വണ്ടിയിലല്ലല്ലോ യാത്ര ചെയ്തത്, അൻവറിന്റെ വണ്ടിയിലല്ലേ. നിനക്കൊക്കെ തമാശയാ. വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിക്കരുത്. എടുത്താ പൊങ്ങാത്തത്ര പ്രശ്നങ്ങളുള്ള ഒരാളാ ഞാൻ. പാട്ട് പാടുന്ന ജമാൽ, കീബോർഡ് വായിക്കുന്ന ജമാൽ, ഓർക്കുമ്പോൾ ഒക്കെ തമാശയാ. എൻ്റെ പിന്നാലെ നടക്കരുത്. ഇവിടെ കാറിലപ്പം എന്തിനാ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വരുന്നേ? എനിക്ക് കാണണമെന്ന് തോന്നുമ്പോ പിന്നെ ഞാൻ എവിടെ വരിക? നിന്റെ കുട്ടിക്കളിയല്ലത്. മേലാ ഫോണിലേക്ക് വിളിക്കരുത്. എൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്തേ. ഫോണിൽ നിന്ന് നമ്പർ ഡിലീറ്റ് ചെയ്യാം, പക്ഷേ ഞാൻ സേവ് ചെയ്തത് മനസ്സിലാ. പോവല്ലേ, 1 മിനിറ്റ്. സെറീന വിത്ത് റഫീഖ്. ഥു. ഞാൻ സൂറാനെ കെട്ടുമ്പോ ചുമരുമ്പോ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇസ്മയിൽ കാ, ആൾക്കാർ കേൾക്കുന്നുണ്ട്, ഒന്ന് മെല്ലെ പറ. കേക്കട്ടെ, നാട്ടുകാർ മുഴുവനും കേക്കട്ടെ. എനക്കറിയണം ഞാൻ ഇമ്പ് വീട്ടിൽ ആരാണ്. എന്നോടൊരു വാക്ക് ചോദിച്ചോ, എല്ലാ തുണിയും ഓനങ്ങ് ചെയ്യാ. ഇസ്മയിൽ കാ, നിങ്ങൾക്ക് എന്താ പറയാനുണ്ട്? ജമാല് വന്നിട്ട് പറഞ്ഞൂടെ? ഓ ഗത്യന്തരം ഇല്ലാണ്ട് ചെയ്തതാ. ഇന്നെ ഞാൻ കെട്ടുമ്പോ 10 പവനും 25,000. അത് ശരി. അന്ന് പൊന്നിന് 5,000 വില, ഇന്ന് 25,000. 25 പവൻ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും അല്ലേ? മൂത്ത പുയ്യാപ്പിളായ എനിക്ക് 10 പവനും 25,000 ഉറുപ്പിക. ഇവൾ അനുസരിച്ച് സെറീനാക്ക് 1,00,000 ഉറുപ്പിയും 25 പവനും. ഞാൻ എന്താ കയ്യിൽ കാണേ? ഒന്ന് നിർത്ത്. അഞ്ഞിപ്പോയില് കുഞ്ഞായ്മേന്റെ ചന്തിമിലെ തഴമ്പ് കണ്ടിട്ടേ ഓന്റെ മോന്നെ കളിക്കണ്ട. പൊട്ടച്ചോനെ കുടുങ്ങിയല്ലോ. എന്താ എന്താ എല്ലാരും എന്താ സൂറത്ത? സെറീനാന്റെ കല്യാണത്തിന് നീ പുഴക്കരയിലെ സ്ഥലം വിറ്റില്ലേ? അതിന്റെ പുകില. എന്താടി എനക്കൊരു പുച്ഛം? എന്താ ഇസ്മൽക്ക? അല്ല, നീ പുഴക്കരയുള്ള 5 സെന്റ് സ്ഥലം വെക്കുമ്പം എന്നോട് ചോദിച്ചോ? സെറീനാന്റെ കല്യാണം നിശ്ചയിച്ച് അന്നു മുതൽ ഞാൻ നിങ്ങളെ പിറകെ നടക്കുക. എന്നെ കാണുമ്പോൾ ഒളിച്ചു നടക്കുകയല്ലേ? പുഴക്കരയുള്ള സ്ഥലത്തിന്റെ കാര്യം പറയാൻ തന്നെയാ ഞാൻ നിങ്ങളെ പിറകെ നടന്നത്. സ്ഥലത്തിന്റെ കാര്യം ഇനി എന്നോട് പറഞ്ഞോ? ഞാൻ നിങ്ങളെ എൻ്റെ ഇക്കാന്റെ സ്ഥാനത്ത് കാണണോ അല്ലെങ്കിൽ ഒരു പറമ്പ് ബ്രോക്കർ സ്ഥാനത്ത് കാണണോ? സൂറാത്താന്റെ കല്യാണം കഴിഞ്ഞത് മുതൽ തുടങ്ങിയതാ നിങ്ങൾ. ഞാൻ 15 സെന്റ് സ്ഥലം കൊടുത്തത് ശരിയാ. കള്ളു കുടിക്കാനോ ഷീട്ട് കളിക്കാനോ ഒന്നുമല്ല, എൻ്റെ പെങ്ങളെ കല്യാണത്തിന് വേണ്ടിയിട്ടാ. ഓഹോ, അപ്പോ ഇവള് ഇന്റെ പെങ്ങളല്ല. അന്ന് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയിട്ടില്ലല്ലോ. 10 പവന് 25,000 ഉറുപ്പ്യെന്ന് പരിഹസിച്ചല്ലോ. ഒരു 1/4 പവൻ പൊന്നിന്റെ എന്തെങ്കിലും ഉണ്ടോ രണ്ടിന്റെ ദേഹത്ത്? ജമാലേ, മതി. അതെന്റെ യോഗ. വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. വീട്ടിലെ സിലിണ്ടർ അടക്കം കൊണ്ടുവച്ച് വിൽക്കുക, അത് തിരിച്ചു വാങ്ങിക്കാൻ സൂറാത്ത തന്നെ പോണം. ഏത് പെണ്ണിനാ അങ്ങനെ ഒരു ഗതി? ജമാലേ,
മതി. ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. എത്രാന്ന് വെച്ചിട്ടാ? സൂറാത്തെ മോള് ഇവിടെ നോട്ടെ. ഇസ്മായിലിക്ക് വിഷമിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രണ്ടാക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആളിയെ കണക്ക് ചോദിക്കാൻ വന്നിരിക്കുന്നു. പുഴക്കരയുള്ള സ്ഥലം ഞാൻ വിറ്റു. അതിലാരും സങ്കടപ്പെടണ്ട. സൂറാത്താനോട് ചോദിച്ച് എന്നെ ഞാനത് വിറ്റ്. ഓഹോ, എല്ലാരും അറിഞ്ഞോണ്ടുള്ള കളിയല്ലത്. നോക്കിക്ക് ജമാലെ, ഇനി ഞാൻ ഈ വീടിന്റെ മുറ്റത്ത് ചവിട്ടില്ല. ഇനി ഒരക്ഷരാളും പറയണ്ട. എല്ലാം മനസ്സിലായി. സൂറ, ഇനിയും കൂടി അറിഞ്ഞിട്ടുള്ള കളിയല്ലേ? ആടാ വണ്ടി എടുക്ക്. എന്താടാ കണ്ണിന് വല്ല അസുഖമുണ്ടോ? പോടാ. ആദ്യം പോകുന്ന വണ്ടി അതാ. എനിക്ക് ഈ വണ്ടിയിലാ പോകേണ്ടത്. ഓഹോ, നീയോ? ആദ്യം ആ വണ്ടിയാ പോവാ. അതിൽ കയറിയോ? ആദ്യം ഏത് വണ്ടിയാ പോവാന്ന് എനിക്കറിയാം. ഞാൻ ഈ വണ്ടിയിലേ പോകും. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാരും അറിയണ്ടല്ലേ? എന്ത്? ജമാലെ, നടക്കട്ടെ നടക്കട്ടെ. ഈ വണ്ടിയിൽ പാട്ടില്ലേ? പാട്ട് മാത്രല്ല, കഥാപ്രസംഗമുണ്ട്. എന്തേ? ഒരുങ്ങി പുറപ്പെട്ടതാണല്ലേ? ഞാൻ എത്ര തവണ ഫോൺ ചെയ്തു? ഒന്ന് അറ്റൻഡ് ചെയ്താൽ എന്താ? നീ എന്താ ഇവിടെ? അത് ജമാൽക്ക, ഞാൻ ഇതാരാ? എനിക്കറിഞ്ഞൂടാ. നിനക്കറിഞ്ഞൂടെ? തനിക്കെന്താ വേണ്ടേ? എന്റെ പുറകെ കുറെ നേരായി. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ചെവിയിലോന്റെ ഒരു വയറ്. ജമാൽക്ക വേണ്ട, പോലീസിനെ വിളിക്ക്. നീ എന്താ തനിച്ച്? ബസ്സില്ല. ബസ്സില്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് പോയാ പോരെ? നിന്ന് മോങ്ങുന്ന കണ്ടില്ലേ? വണ്ടി കയറടി. പോയിക്കോ, ഉമ്മ കാത്തിരുന്ന. എന്താ പോവാത്ത? വേഗം ചെല്ല്, ഉമ്മ കാത്തിക്കുന്നാണ്ടില്ലേ? ജമാലിക്കുമ്മ, ഇഞ്ഞെന്താ വെയിലത്ത് നടക്കുന്ന ഓട്ടോറിക്ഷ പോയപ്പോരെന്ന് ചോദിച്ച് എന്നെ ചീത്ത പറഞ്ഞു. എത്ര നേരമായി കാത്തു നിൽക്കുന്നറിയോ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ.
ഓട്ടോറിക്ഷയിൽ ഇപ്പൊ ആരാ വന്നത്? ജമാൽക്കാ ബാപ്പ, ഞാൻ ജമാൽക്കന്റെ ഓട്ടോറിക്ഷയിലാ വന്നത്. എത്ര രൂപയായി ഇന്ന് എന്നോട് പൈസ വാങ്ങിയില്ലെങ്കിൽ നാളെ ഞാൻ ഈ ഓട്ടോറിക്ഷയിൽ കയറില്ലെന്ന് കരുതണ്ട. ഈ വണ്ടിയിലേ ഞാൻ കയറൂ. അഭിമാനത്തിന്റെ പ്രശ്നമേ ഇല്ല. എന്താ സൂക്ഷിച്ചു നോക്കുന്നത്? ഇപ്പം ഈ വണ്ടി കയറിയ പെൺകുട്ടി ആരാന്നറിയോ? എൻ്റെ അനുജത്തിയ. അനുജത്തിയോ? അതെ, ബാപ്പ രണ്ടാമത് കല്യാണം കഴിച്ചുള്ള മോളാ ഷംന. സത്യം? വിശ്വസിക്കാൻ പ്രയാസമുണ്ടല്ലേ? അതാ എൻ്റെ കുടുംബം. ടോട്ടൽ ഡിസോർഡർ. എന്തായാലും ജമാൽ അത് ചെയ്യരുതായിരുന്നു. എന്നോടൊരു വാക്ക് പറഞ്ഞോ നീ? ഇത്രയൊക്കെ ബുദ്ധിമുട്ടി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? സെറിനാൻ എനിക്ക് ഇഷ്ടമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവറാനിക്കയോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാ പൊന്നിന്റെയും പണത്തിന്റെയും കാര്യമൊന്നും പറയരുന്നു. എന്നിട്ടിപ്പോ അവറാനിക്കാരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പുഴക്കരയുള്ള സ്ഥലം ഉമ്മാൻ്റെതാ. എൻ്റെ ഉമ്മാനെ ബാപ്പ കല്യാണം കഴിക്കുമ്പോൾ 101 പവൻ്റെ സ്വർണ്ണം ഉണ്ടായിരുന്നു അത്ര. സൂറാത്താനെയും സെറീനെയും പൊന്നിൽ മോടിച്ച് പറഞ്ഞേക്കണമെന്ന് ഉമ്മ എപ്പോഴും പറയും. ഉമ്മാൻ്റെ അസുഖ ഞങ്ങൾ എങ്ങനെയാക്കിയ. ജമാലെ, നിന്റെ പെങ്ങളെ അടുത്ത് നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാണ് ഞാൻ. നിങ്ങളൊക്കെ വലിയ തറവാട്ടുകാരെ, പണത്തിന്റെ കുറവേ ഉള്ളൂ. നിന്റെ വാപ്പ വിചാരിച്ചാൽ ആ ഒരു കുറവുണ്ടാവില്ല. ജമാലെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ദേഷ്യപ്പെടരുത്. സെറീനാന്റെ സ്വർണം സൂറത്തായി കൊടുത്തേക്ക്. ഇസ്മായിലിനെ പിണക്കം മാറട്ടെ. ഉമ്മാൻ്റെ പറമ്പ് വിൽക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല റഫീഖെ ഇതൊക്കെ ചെയ്തത്. ഉമ്മയും ബാപ്പയും ഇല്ലാത്ത കുറവുണ്ടാവരുതെന്ന് കരുതിയിട്ടാ. ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ കാനയത്തിന് കൈതന്നാരാ ഞാനല്ലേ? അപ്പൊ ബാപ്പാന്റെ സ്ഥാനത്താരാ? സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാ ഞാൻ. ചോദിക്കാതെയാണ് ഒക്കെ നീ തന്നത്. എൻ്റെ പെങ്ങള് ഭാഗ്യമുള്ളോളാം. റഫീഖിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ. സൂറാത്താന്റെ കാര്യ ഒക്കെ ശരിയാവും. എന്ത് ശരിയാവാൻ? ജമാലെ, ഞാനൊരു കാര്യം അറിഞ്ഞു. ശരിയാണോ? എന്ത്? ഒരു മുഹബത്ത് നിനക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങുന്നുണ്ടല്ലേ? സത്യമാണോ? അതൊക്കെ വെറുതെ. ജാസ്മിൻ കൊണ്ടുവന്നതാ നിനക്ക് തരാൻ. ഏത് ജാസ്മിൻ? നീ ഗ്യാസ് കൊടുക്കുന്ന വീട്ടിലെ കുട്ടിയില്ലേ? നീ പഠിക്കുന്ന കാലത്ത് അവളും കോളേജിൽ പഠിച്ചിരുന്നല്ലോ. നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടി. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാ വാങ്ങി വെക്കുക. നീ പഠിക്കുന്ന കാലത്ത് ഒരുപാട് ഇതെല്ലാം വായിച്ചിനല്ലോ. അതുകൊണ്ടാ വേണ്ടെന്ന് പറയാ ഞാൻ. ജമാല് ചീത്ത പറയുമെന്ന് പറഞ്ഞപ്പോ ഓള് പറയാ ഇത് പാത്തിമ കുട്ടിക്കാന്നു. ഞാൻ എന്താ പറയാ? വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല ജമാലെ. നമ്മളെ സെറീനാണ് എനിക്ക് തോന്നിയത്. വിശന്നിട്ട് വയ്യ. അവിടെ നിൽക്കട്ടെ. എടോ, തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ എന്റെ പുറകെ നടക്കരുതെന്ന്. വെള്ളിയാഴ്ച ജുമായിക്ക് പള്ളിയിൽ പോയപ്പോഴും നീ അവിടെ. അല്ല, അങ്ങനെങ്കിൽ ഇസ്മാൽക്ക് പള്ളിയിൽ പോയല്ലോ. സുരേഷ വേണ്ടേ? ഞങ്ങൾ ബ്രോക്കർമാര് ഗൾഫാരെ പിറകെ ഉണ്ടാവും ഒരു നെയില് പോലെ. എനിക്ക് തന്റെ വീടും വേണ്ട പറമ്പും വേണ്ട. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ നിങ്ങളെപ്പോലുള്ളവർക്കുണ്ട്. ബഷീർക്ക പറഞ്ഞത് കറക്റ്റാ. ഇങ്ങനെ പോയാല് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാകും. താനെന്താ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? ഒരു പറമ്പ് ബ്രോക്കറായിട്ടല്ല ഞാൻ ഇപ്പൊ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു കല്യാണ ബ്രോക്കറായിട്ടാണ്. കല്യാണ ബ്രോക്കറോ? അതേ, ഞാൻ നിങ്ങളെ മോക്ക് നല്ലൊരാലോചനയായിട്ട് വന്നതാ. ജാസ്മിന്റെ കാര്യമാണോ? ഇപ്പോഴേതായാലും കല്യാണം വേണ്ട. ഞങ്ങളുടെ വീട് പണി കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. മോക്കും വേണ്ടി പുയ്യാപ്പിളിനെ കാണാനേ
പാപ്പ ബുദ്ധിമുട്ടണ്ട, അതോടെ എന്നെ കണ്ടുപിടിച്ചു. എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയണോ? മോളിപ്പോ ഒരു ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ കറക്കാ. താനെന്താ പറഞ്ഞത്? പച്ചവെള്ളം പോലത്തെ സത്യം എന്തേ മനസ്സിലായില്ലേ? സംശയം ഉണ്ടെങ്കിലേ ഓട്ടോ സ്റ്റാൻഡിൽ ചോദിച്ചു നോക്കി. മോളെ വരവും പോക്കും ഇപ്പൊ ആ ഓട്ടോറിക്ഷയിലാ. ഫാത്തിമ ഓട്ടോറിക്ഷ. അതെ, ഇമ്പി വരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമില്ല, നിങ്ങളിട്ട് കേട്ടിട്ടുമില്ല. മനസ്സിലായില്ലേ? ജമാലേ, അളിയ കളി ഇസ്മയിലിനോടാ. ആരാ ജമാല്? ജമാല് നാലാമത്തെ ജമാല്. അതാണ്. ജമാലാണോ? അതെ. എന്നെ മനസ്സിലായോ? ജാസ്മിന്റെ പാപ്പയല്ലേ? ഇവിടെ നിന്ന് അധികം സംസാരിക്കണ്ട. ഇനി എന്റെ മോളെ പിറകെ നടക്കരുത്. നടന്നാൽ ഈ ഓട്ടോ അടക്കം കത്തിച്ചു കളയും ഞാൻ. എന്നെ നിനക്കറിയാഞ്ഞിട്ട്. അങ്ങടി പോയി ചോദിക്കേ ഈ കലന്തം ബഷീർ ആരാന്ന്. ഒന്ന് കളയും ഞാൻ. എന്നാ കൊല്ലടാ, ഞങ്ങൾ കാണട്ടെ. ഓട്ടോറിക്ഷ കത്തിക്കുന്നല്ലേ പറഞ്ഞേ? എന്നാ അത് കഴിഞ്ഞിട്ട് പോവാം. ഒരു ഗുണ്ട പോയിക്കോട്ടടാ. കളരി കുരിക്കള്. എന്ത് വേണം? ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് ആൾക്കാരുടെ മുന്നിൽ വെച്ചെന്നെ ഭീഷണിപ്പെടുത്തിയപ്പോ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടില്ല. നിങ്ങൾ ജാസ്മിന്റെ ബാപ്പയായതുകൊണ്ട് മാത്രം. കയ്യൂക്കിന്റെയും പണത്തിന്റെയും ഹുങ്ക് എൻ്റെ അടുത്ത് കാണിക്കരുത്. പണം കണ്ട കണ്ണ് മഞ്ഞളിക്കുന്നവരുണ്ടാവും, എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. ഒരുപാട് പണവും സ്വത്തും കണ്ടപ്പോൾ കണ്ണ് കാണാണ്ടായിപ്പോൾ ഒരു ബാപ്പാൻ്റെ മോനാ ഞാൻ. കേട്ട് കാണും പഞ്ഞിപ്പൊയിൽ കുഞ്ഞമ്മത്. കലന്തം ബഷീർ ആരാണെന്നറിയാൻ അങ്ങാടിയിൽ പോയി ചോദിക്കണമെന്നല്ലേ പറഞ്ഞേ? എൻ്റെ ബാപ്പാനറിയാൻ അങ്ങാടിയിൽ പോയി ചോദിക്കേണ്ട കാര്യമില്ല, ഇന്നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പിന്നെ നിങ്ങളെ മകളെ പിറകെ നടക്കാൻ എനിക്ക് സമയമില്ല. എടുത്താൽ പൊങ്ങാത്തത്ര ബാധ്യതയുള്ള ഒരാളാണ് ഞാൻ. ജീവിക്കണ്ടേ? എങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ച് പോയിക്കോട്ടെ, ബുദ്ധിമുട്ടിക്കരുത്. ഇതാ വാങ്ങിക്ക്. സ്കൂളിൽ പഠിച്ചില്ലേ, ചേരുംപടി ചേർക്കുക. പരസ്പരം ചേരുന്നതേ ചേർത്ത് വെക്കാവൂ. ഞാൻ നിനക്ക് ചേരുന്ന ഒരാളല്ല. ഒരിക്കൽ പോലും നല്ലൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ടും നടക്കാത്ത ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് മനസ്സിൽ. ഇതും എളുപ്പം ഞാനത് ചേർത്ത് വെക്കും. കൊന്നുകളയും കത്തിച്ച് കളയുന്നൊന്നും ആരോടും പറയരുത്. അത്ര അഹങ്കരിക്കാൻ മാത്രം എന്താ നമ്മുടെ കയ്യിലുള്ളത്? കാലിലെ ചെറുവിരലൊരു മുള്ളു തട്ടിയ മൂർധാവിലറിയാം. അത്രയേ ഉള്ളൂ ഞാൻ നിങ്ങളൊക്കെ.
അവറാക്കിയോ എപ്പ വന്ന്? ഞാൻ വന്നിട്ട് 10-70 കൊല്ലായി. എന്താ സംശയമുണ്ട് എനിക്ക്? ആ ചീട്ടിട്ട് കൊടുക്ക അശോക, ഓൻ കളിക്കട്ടെ. കള്ള ഹറാമ്പറത്തോനെ നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോടാ ഞാൻ എന്നെ പറ്റിച്ചെന്ന്. ആരാടാ പറ്റിച്ച്? പഞ്ഞിപ്പയിലെ കുഞ്ഞമ്മേന്റെ മോളെ കെട്ടിയ പണിക്ക് പോവാണ്ട് തിന്നാന്ന് ആരാ എന്നോട് പറഞ്ഞത്? അതാണ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ബഷീറിനോട് എന്താ പറഞ്ഞ്? ജമാല് ഓന്റെ മോളെ പിന്നാലെ നടക്കുകയെന്നോ? കള്ള ഹിമാറെ, എനിക്ക് ബഷീറിന് വേണ്ട അത് ജമാലിന്? അവറാനിക്കാൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ജമാലിനെ പറ്റി ഞാനൊരു അക്ഷരം പറയോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇനി അതും ചെയ്യൂ, അതിന്റെ അപ്പുറവും ചെയ്യൂ. നന്ദിയില്ലാത്ത നായ. ഇന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. സൂറയും മോളും ഓളാടേത് നന്നായി. മനസമാധാനങ്ങൾ കിട്ടുമല്ലോ. ഒരു കുടുംബം ഉണ്ടായെങ്കിലും ഇനി രക്ഷപ്പെടുന്ന കരുതിയ ഞാനാ മണ്ടേ. ഇന്ന് ഞാൻ പഠിച്ചതാ അല്ലടാ. ഒരു കുടുംബമില്ലാത്ത നാറ്. ഈ മയ്യത്തക ഈ ചീട്ടിടുന്ന ചാക്കിലായിരുന്നു. അവറാൻ പറ്റിച്ചൊന്ന് പടച്ചോ നിൽക്കാത്ത പറയരുത്. സൂറാനെ പോലെ ഒരു പെണ്ണിനെ സ്വപ്നം കാണാൻ കഴിയും എനിക്ക്? മിണ്ടരുത്. ഞാൻ വാങ്ങി തന്ന 10 പവനും 25,000 ഉറുപ്പ്യ ഇന്ന് എനിക്ക് കിട്ടണം. ഓക്ക് വേറെ ബയ്യാപ്പള്ളിന് കിട്ടുമോ ഞാൻ നോക്കട്ടെ. ഈ മാറേ അവരാനൊക്കെ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാ. സൂഹറൊക്കെ വേറെ ബയ്യാപ്പള്ളി. സൂറാനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾക്ക് നൊന്താ? ഇസ്മായിൽ കാ അവരാനൊക്കെ പോയോ? ഹലോ, എന്താ സൂറത്ത? മോനെ, ഇസ്മായിൽ കാക്ക് ഒരു അപകടം പറ്റിയിട്ടുണ്ട്. ബൈക്ക് ആക്സിഡന്റാ. ഇസ്മായിൽ തന്റെ ചങ്ങായില്ലേ സുരേഷ്, ഓന്റെ ഫോണിൽ നിന്നാ വിളിച്ചത്. ഏത് ഹോസ്പിറ്റലാണെന്നറിയോ? ഫാത്തിമ ഹോസ്പിറ്റലാ. ഒരു കാര്യം ചെയ്യ്, ഡ്രസ്സ് മാറിക്ക്, ഞാനിത് എത്തി. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കാടി ഇസ്മയിലിനോടാ? സൂറാക്ക് എന്നെ ഇഷ്ടാന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ആക്സിഡന്റ് എന്ന് അറിഞ്ഞപ്പോഴേ ഉടുതുണിയോടെയാ ആസ്പത്രി പോയത്. നിന്നെ സമ്മതിച്ചു ഇസ്മായിലേ. സാരേട്ടാ, എല്ലാവർക്കും എന്റെ വക ഒരു സ്ട്രോങ് ചായ വേണമെങ്കിൽ ഓരോ മുട്ടും കൊടുത്തേക്ക്. പൈസ എത്തിരിയായി. ഇവിടെ നടന്നൊക്കെ ആടെ പോയി പറയണ്ടല്ലേ? ഒരു ചായ മുസ്ലിയാർ കുടിച്ചോ? ഈ കാലം വരായിട്ട് ഈ നമ്മളോട് പൈസക്ക് വെച്ചിട്ടോ? ഇല്ലല്ലോ. നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മള് തരും. പക്കെങ്കില് ഇത് അതുപോലെ അല്ല മോനെ. പാപത്തിന്റെ പങ്ക് പറ്റിയാല് മോളുടെ ഒരാളുണ്ട്, മൂപ്പര് പൊറുക്കൂല. ഇസ്മായിലേ, എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. നിന്റെ കളി മുസ്ലിയാരോട് വേണ്ട. അയാൾ പറഞ്ഞാൽ എന്താ തെറ്റ്? കെട്ടിയോളെ കരപ്പിച്ചെന്റെ ആഘോഷ കാഷ്ടം. ആരാ? എന്റെ പേര് ബഷീർ. ഞാൻ ജാസ്മിന്റെ ബാപ്പയാ. ജാസ്മിന്റെ ബാപ്പയോ? എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? കേറിയിരിക്കേ. വേണ്ട, എനിക്ക് അത്യാവശ്യമായി ജമാലിനെ ഒന്ന് കാണണം. ജമാല് പുറത്തു പോയതാ, ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പിലാ. ഓഹോ, ജമാലിന്റെ മൂത്ത പെങ്ങൾ സുഹറയല്ലേ? അതെ. കാര്യങ്ങളൊക്കെ അറിയാലോ. അത്യാവശ്യമായി ജമാലിനെ ഒന്ന് കാണണം. ജമാല് വന്നാ ഞാൻ പറയാം. ജമാലിനെ കാണല് അത്ര എളുപ്പമല്ല. എന്നെ കാണുമ്പോൾ മാറി നടക്കും. ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചതാ ഒന്ന് സംസാരിക്കാൻ. പിന്നെ സുഹറ ഒന്ന് പറയണം. ഞാൻ പറയാം. എന്നാ ശരി.
അഹമ്മദിക്കൊരു അതിരുണ്ട്. കാനോത്തിന് ബാപ്പാക്ക് വരം കൈകൊടുക്ക് പെങ്ങന്മാരെ കൂട്ടിയേക്കുകയും ചെയ്തപ്പോ ഈ വലിയ ആളായിപ്പോയും തോന്നുന്നുണ്ട്. എന്താ എന്റെ വിചാരം? ബഷീർ നീ എന്ത് വേണേലും പറഞ്ഞോ, ആ പെൺകുട്ടി എന്ത് തെറ്റാ ചെയ്തു? അന്നെപ്പോലെ ഞാൻ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടു. സുജായി തലേണ്ടാ തിരിക്കണുണ്ടോ? നിങ്ങളെ ബാപ്പാന്റെ സ്ഥാനം എനിക്ക് ഞാൻ കരുതിയത്. ചെറിയോനോ വിവരം കൂടി എനക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? അവറാനിക്ക, ഞാൻ പറഞ്ഞതാ, കണ്ടില്ലേ ഓളെ കാര്യം പറയുമ്പോ ചാടി കടിക്കാൻ വരും. എന്നെ ആൾക്കൂട്ടത്തിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത ഒരാളെ മോളെ ഞാൻ കെട്ടണോ? തെറ്റും കുറ്റവും മനുഷ്യന്മാർക്ക് പറഞ്ഞതാ, അത് പൊറുക്കാനും പൊരുത്തപ്പെടാനും കഴിയണം. പണത്തിന്റെ കാര്യം പറഞ്ഞല്ലേ ഇനി പിന്മാറിയത്. പണം എന്ത് വരും, നാളെ പോവും. ഓൾ ഇഷ്ടമില്ലാതെ നീ പറയോ? അതെ, ആരാ? സുരേഷനാ? ഇസ്മായിൽ കാക്ക് അപകടോ? അതിന് ഞാൻ എന്ത് വേണം? മേലല്ല എന്റെ ഫോണിലേക്ക് വിളിക്കരുത്. ഇസ്മായിൽ കാക്ക് അപകടം. ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. അവരെനിക്ക് പോയോ? ഇസ്മായിൽ കാക്ക് എന്തോ അപകടം പറ്റിയെന്നു. ആ സുരേഷനില്ലേ, അവനെന്റെ കയ്യിലൊന്ന് കിട്ടണം. അവനാണ് ഇസ്മായിൽ ഖാൻ ഒരു കുഴി ചാടിക്കുന്നത്. എന്തെങ്കിലും സത്യം ഉണ്ടാവോ ജമാലെ? എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അങ്ങ് ചെല്ല്. ഒരിക്കൽ ഫാത്തിമ ഹോസ്പിറ്റലിൽ വരെ പോയത് ഓർമ്മയില്ലേ? ഓരോ വേഷം കെട്ടല്. ബഷീർക്ക, നിങ്ങൾ ടെൻഷൻ ആവണ്ട. എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ ജമാലുമായി ഒന്ന് സംസാരിക്കട്ടെ. സംസാരിച്ചാ പോരാ, നീ സമ്മതിപ്പിക്കണം. നീ വിചാരിച്ചാലേ നടക്കും. ചില കാര്യങ്ങൾ ഡീല് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. നിങ്ങൾ ഓട്ടോ സ്റ്റാൻഡിൽ പോയി എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവനെ ചീത്ത പറയുക, ആൾക്കാരെ കൂട്ടി തല്ലാൻ പോവുക. മതി റഫീഖെ, അത് ഇസ്മായിൽ വന്ന് പറഞ്ഞപ്പോ പിന്നെ ഒന്നും നോക്കാതെ. അപ്പൊ ഇസ്മായിൽക്കാണ് സൂത്രധാരൻ. എന്റെ ബഷീർക്ക, ഇസ്മായിൽ ഖാനെ പോലെ വിവരം കിട്ടുന്ന ആളെ ഈ ഭൂമി മലയാളത്തിൽ കാണാൻ പറ്റുമോ? ഇസ്മായിൽക്കൊന്ന് തെന്നി വീണതാ. സുരേഷിന്റെ ബൈക്കിൽ ചെറിയൊരു ആക്സിഡന്റ്. കയ്യിലും കാലിലും തുണിയും വെച്ച് കെട്ടി അഭിനയിക്കാൻ വന്നതാ. ആക്സിഡന്റ്. അഭിനയല്ല സൂറത്ത്, ശരിക്കും അപകടം പറ്റിയതാ. സുരേഷ, നീ ചെറുപ്പാ, ഇയാളോട് കൂട്ടുകൂടി നീയും കൂടി വഷളാവണ്ട. ശരിക്കും ആക്സിഡന്റ് സൂറത്താ? നീയല്ല അന്ന് എനിക്ക് ഫോൺ ചെയ്തേ. ഞാനും ജമാല് ഫാത്തിമ ഹോസ്പിറ്റൽ വരെ പോയില്ലേ? നിന്റെ പെങ്ങളാണെ നീ വിളിച്ചു പറയോ? അത് ഇസ്മായിൽക്ക പറഞ്ഞിട്ടാ. ഇസ്മായിൽക്ക പറഞ്ഞിട്ട് ഈ മനുഷ്യൻ പറയുന്നത് കേട്ട് നടന്നാലേ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഈ മുറ്റത്ത് 2 കാലം കുത്തില്ലാന്ന് പറഞ്ഞ ആളാ. നിക്കുന്ന നിപ്പ് കണ്ടില്ലേ? അങ്ങനെ സുഹൃത്ത് പറയരുത്. ഇസ്മായിൽക്ക വാക്ക് പറഞ്ഞ വാക്കാ. ഒരു കാലേ മുറ്റത്ത് ഓടുന്നുള്ളൂ. സുരേഷ ചതിയ. ബൈക്ക് കയറിയിട്ട് നിനക്കൊന്നും പറ്റില്ലല്ലോ. ബൈക്ക് കുയിലേക്ക് വീണ ഉടനെ സുരേഷൻ ചാടിക്കറങ്ങി. അതാ സുഹൃത്ത, നിങ്ങളെ ഭർത്താവിനെ കൊണ്ട് വഷളാക്കുന്ന ഞാനല്ല. ഇത് ബൈക്കുമല്ലൊന്നും വീണല്ല. സുരേഷ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ സത്യം പറയൂ. പറയൂല. പറയും. നീ പറയൂല. പറയും. പറയൂല. എന്താ സംഭവിച്ചേ? മീൻ മാർക്കറ്റ് ഇല്ലേ, അതിന്റെ പിറകിന്ന് ഷീട്ട് കളിച്ചതാ. പോലീസുകാർ വന്നപ്പോ ഓടി. അവസാനോ കല്ലുവെട്ട് കുഴിയിൽ പോയി വീണു. രക്ഷപ്പെട്ടതാ. ആരുടെ ഭാഗ്യം കൊണ്ട്? എനക്ക് സ്കൂളിൽ പോകുന്നൊരു മോളുണ്ട്, അതിനെ നോക്കണം. നിങ്ങൾ കള്ളു കുടിച്ചോ, ഷീട്ട് കളിച്ചോ, കുഴി ചാടുകയോ എന്ത് വേണേം ചെയ്തോ. നിങ്ങൾ ഇപ്പോഴല്ലേ കുഴി ചാടിയേ? ഞാൻ 8 കൊല്ലം മുമ്പ് കുഴി ചാടിയതാ.
എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തിരിച്ചോ അന്ന് മുതല് ഇനി ആ കുഴിന്ന് കര കയറാൻ പറ്റും തോന്നില്ല. അല്ല കാക്ക, വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയാ പോരെ, ബാക്കിയുള്ളവരും ബുദ്ധിമുട്ടിക്കാൻ. മോനെ ഞാൻ വിചാരിച്ചു നിർത്തൂലെന്നാ. പിന്നെ നിർത്താണ്ട് ഞമ്മക്ക് വിചാരിച്ചാ തുടങ്ങണോടാ. പോട് കാക്ക, വെറുതെ. ആയി ശരി, ഇത് മൂന്നാക്കത്തോടെ ഓട്ടോറിക്ഷ അല്ലേ, ഭീമാരാന്നല്ലോ. ഓട്ടോറിക്ഷയ്ക്ക് പൈസ ഇല്ല, അത് പറഞ്ഞാ മതി. ആരും ഞമ്മളെടുത്ത ഓന്റെ വിചാരം വിമാനം ഓടിക്കുന്ന. നിങ്ങൾ ഓട്ടോ സ്റ്റാൻഡിൽ പോയി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനെ ചീത്ത പറയുക, ആൾക്കാരെ കൂട്ടി തല്ലാൻ പോവുക. അപ്പൊ ഇസ്മായിലിക്കയാണ് സൂത്രധാരൻ. എന്റെ ബഷീർക്ക, ഇസ്മായിലിക്കാനെ പോലെ വിവരം കിട്ടുന്ന ഈ ഭൂമി മലയാളത്തിൽ കാണാൻ പറ്റുമോ? ഇല്ല. എനിക്കെന്താ തനിച്ചു വരാൻ പറ്റില്ലേ? നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ജമാൽക്ക് എവിടെ? അകത്തുണ്ട്, ഉറങ്ങുക. ഇന്നെന്താ പതിവില്ലാത്തൊരു ഉറക്കം? അതെ, ജാസ്മിന്റെ കാര്യം എന്തായി? മിണ്ടരുത്. ജാസ്മിനെ പറ്റി പറയുമ്പോ കടിച്ചു കീറാൻ വരും. ഫാത്തിമ കുട്ടി എവിടെ? സ്കൂളിൽ പോയി. അല്ല, എന്താ നിന്റെ കയ്യില്? അത്ഭുതം. നീ എന്തൊക്കെ പറയുന്നേ? സത്യമായിട്ടും അത്ഭുത സൂറത്താ. ഇത് ഫാത്തിമ കുട്ടിക്ക്. ഈ ബിസ്ക്കറ്റാണ് അത്ഭുതം? പൈസയാ, റഫീഖ തന്നതാ ജമാൽക്ക കൊടുക്കാൻ. നീ എന്തിനാ റഫീഖിനോട് പൈസക്ക് ചോദിച്ചത്? റഫീഖിന്റെ പൈസ അല്ലേ ഇത്? പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞത് അത്ഭുതാന്ന്. നീ കാര്യം തെളിച്ചു പറയടി. അവളുടെ ഒരു അത്ഭുതം കേട്ടാ സൂറാത്ത ഞെട്ടും. ഇതാരാ കൊടുത്തേച്ചെന്നറിയോ? ബാപ്പ, മഹാനായ പഞ്ഞിപ്പൊയിൽ കുഞ്ഞമ്മത്. എന്താ വിശ്വാസായില്ലേ? അതില്ലേ ഞാൻ പറഞ്ഞത് അത്ഭുതാന്ന്. സൂറാത്ത ഞെട്ടിയില്ലേ? റഫീഖാന്റെ അടുത്താ കൊടുത്ത് ജമാൽക്ക കൊടുക്കാൻ. ജമാൽക്ക വാങ്ങൂലാന്ന് ബാപ്പാക്കറിയാലോ. റഫീഖ വരാത്ത എന്താ? ഈ പണം വാങ്ങിയാൽ ജമാൽക്ക ചീത്ത പറയും. തെരിയുമാ? ഞാൻ ദേഷ്യപ്പെടുമൊന്നുമില്ല. ബാപ്പ കൊടുത്തയച്ച പണല്ലേ, നീ എടുത്തോ, എനിക്ക് വേണ്ട. ജമാൽക്ക, ഞാൻ ജമാൽക്ക റഫീഖാണ് ഈ പൈസ തന്നെങ്കിൽ ഞാൻ വാങ്ങിച്ചേനെ. ഈ പണം എനിക്ക് വേണ്ട. എനിക്ക് ബാപ്പ ഇല്ല സെറീന, 2 പെങ്ങന്മാരേ ഉള്ളൂ. ഈ മുറ്റത്ത് വന്ന് സഹായം ചോദിക്കുന്നവർക്ക് വാരിക്കോരി കൊടുക്കുന്നല്ലേ പറഞ്ഞേ? ഞാൻ നിങ്ങളുടെ മുറ്റത്ത് വന്നോ? ഇല്ലല്ലോ. പിന്നെന്തിനാ പണം കൊടുത്തയച്ചേ? ഞാൻ പൈസ കൊടുത്തയച്ചില്ലല്ലോ. എനിക്ക് എന്റെ പെങ്ങന്മാർക്കും നിങ്ങളുടെ സഹായം വേണ്ട. പിന്നെ ആർക്കാ പണം? ജമാലെ, പണം കൊടുത്തയച്ചത് ഞാനാ. നിന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അങ്ങനെ ചെയ്തത്. ഇസ്മായിൽ സുഹ്റാനെ വീട്ടിൽ കൊണ്ടാക്കിയില്ലേ? എന്താ വേണ്ടെച്ച കൊടുത്തേക്ക്. ഇസ്മായിലിക്ക് എന്താ വേണ്ടെന്ന് ഞാൻ കൊടുത്തോളാം. നിങ്ങൾ എന്തിനാ ഞങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ? ഞങ്ങളെ കുടുംബം നശിച്ച നിങ്ങൾ കാരണം. എന്റെ ഉമ്മ കരഞ്ഞതുപോലെ ഭൂമിയിൽ ഒരു പെണ്ണും കരഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാം നിങ്ങൾ കാരണം. ഇപ്പൊ പണം കൊടുത്ത് പ്രായശ്ചിത്തം ചെയ്യാ. പഞ്ഞിപ്പോയിൽ കുഞ്ഞമ്മതിന് ഒരു ഭാര്യയേ ഉള്ളൂ, അത് എന്റെ ഉമ്മ ഫാത്തിമ. ഉമ്മാനെ ചികിത്സിച്ചാ ഞാനിങ്ങനെ ഉമ്മ അങ്ങ് പോയി. നിങ്ങൾ കാരണം ചില്ലറ പരിഹാസമല്ല ഞാൻ സഹിച്ച്. പണം മാത്രം ഉണ്ടായാൽ പോരാ, മനുഷ്യനെ പോലെ ജീവിക്കണം. മനുഷ്യൻ നന്നായി ജീവിച്ച സ്വർഗം ഭൂമി തന്നെയാ. ജമാലെ മതി. ഓൻ പറഞ്ഞോട്ടെ. തളർന്നു കിടക്കല്ല ഞാൻ. തളർന്നു കിടക്കുന്ന ഈ കാലിന്റെ മഹിമ എനിക്കറിയുന്ന പോലെ മറ്റാർക്കറിയില്ല. എന്റെ ഉമ്മാന്റെ ചോര വീണ കാലാത് തളർന്നു പോയത്ര. ആ കസേര കിടന്ന് നിങ്ങൾ പടച്ചോനെ വെല്ലുവിളിക്കും. നിങ്ങൾ ഈ പൈസ അന്ന് എന്റെ ഉമ്മാന്റെ കൈ കൊടുത്തിരുന്നെങ്കിൽ ആ പാവം ഇന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവുമായിരുന്നില്ലേ?
ഞാനും സുറാത്തയും സെറീനയൊക്കെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട്? ഉമ്മ മരിച്ച സമയത്ത് ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. ഇവിടുത്തെ പടിഞ്ഞാറ്റിലെ പത്തായത്തിൽ നെല്ല് കണ്ടവനാ ഞാൻ. ഞങ്ങളെ പട്ടിണി മാറ്റാൻ ഒരു നാഴി പോരായിരുന്നു. എൻ്റെ ഉമ്മ പാവ, അല്ലാതെ നിങ്ങളെ മുമ്പ് കൈനീട്ടാൻ വരില്ല. ദാനം കൊടുത്ത മഹിമ പറയുന്നു. ഇസ്മായിൽക്ക, ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ നമ്മളല്ല ഇരുട്ടത്താവൂലേ? ഇസ്മോ, ജമാലോ? സൂര്യൻ ഉദിച്ചാലും നീയൊക്കെ ഇരുട്ട് തന്നെയാടാ. അമ്മേ, ഇത് തരണമെന്ന് വിചാരിച്ചിട്ട് കുറെ കാലായി എരന്ന് വാങ്ങിയതാ നീ. നാണില്ലടാ. കൂളിംഗ് ഗ്ലാസും ബൈക്കും ഡ്രസ് കണ്ടില്ലേ? ഫാഷൻ പരേഡിന് പോവുകയല്ലേ? നിന്റെ ചേച്ചി ഉഷ എൻ്റെ ക്ലാസ്മേറ്റാ. നിന്റെ അനുജത്തി അപർണ സെറീന എൻ്റെ കൂടെ പഠിച്ച. അവരെ പറ്റി വല്ല വിചാരമുണ്ടോ? ഒരേ ഒരു ആങ്ങളെയാ, റിയൽ എസ്റ്റേറ്റ് മാഫിയ. എന്തെങ്കിലും പണിക്ക് പോറതോ? ഉഷ ജോലിക്ക് പോയിട്ടാ പട്ടിണി ഇല്ലാതെ പോകുന്നത്. നീ കൂളിംഗ് ഗ്ലാസും വെച്ച് നടന്നോ? ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ്, നന്നായി പാട്ട് പാടും, കീബോർഡും വായിക്കും. ഒക്കെ മാറ്റിവെച്ച് ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറായത് നമ്മളെ കാത്തിരിക്കുന്ന ഒരു വീട്ടിലുണ്ടെന്ന് ഓർത്തപ്പോഴാണ്. എനിക്കെന്ന് നിന്നെപ്പോലെ നടക്കാൻ പറ്റില്ലേ? ഒരു കൂളിംഗ് ഗ്ലാസ്, ഈ കൂളിംഗ് ഗ്ലാസ് ചിലപ്പോൾ എൻ്റെ മുഖത്തിനായിരിക്കും നന്നായി ചേരുക. സോറി, തല്ലിപ്പോയതാ. ജമാലേ, ജമാൽ, ജമാലെ, സൂറ അവിടെ അകത്തുണ്ട്. സെറീനാനെ വീടാറിച്ചോ? റഫീഖ് ഇപ്പൊ വിളിച്ചിരുന്നു. ഈ എന്ത് തീരുമാനിച്ചു? മയ്യത്തായത് എന്റെ ബാപ്പയാ. പഞ്ഞിപ്പുയിലെ കുഞ്ഞുമ്മതിന്റെ ബാപ്പയല്ലാന്ന് പറയോ? എൻ്റെ മനസ്സിൽ നിന്ന് മുമ്പേ മയ്യത്തായത്. ഞാൻ വരില്ല അവിടെ, എന്നെ നിർബന്ധിക്കരുത്. ജമാലെ, ഇന്നെ കാത്തിക്കല്ലാതെ ഇങ്ങെത്തിയാലേ മയ്യത്തെടുക്കും മോനെ. ഞാൻ വരില്ല. എന്നാ ആ പള്ളിപ്പറമ്പിൽ ബാപ്പാന്റെ കബറിൽ ഒരുപടി മണ്ണ് ഭാരിട്ടൂടെ എനക്ക്? എല്ലാം അറിയുന്ന അവറാനിക്ക ഇത് പറയരുത്. ഉമ്മാന്റെ മയ്യത്തും കൊണ്ട് നേരത്തോട് നേരായിട്ടും ബാപ്പ വന്നില്ല. അവസാനം പള്ളിപ്പറമ്പിൽ ഒരുപിടി മണ്ണ് വാരിയിടുന്നു കരുതി വന്നില്ല. അങ്ങനെയുള്ള ബാപ്പ എനിക്കും വേണ്ട. പോയാൽ എൻ്റെ ഉമ്മ പൊറുക്കില്ല. അതാ. മോനെ ജമാലെ, മരിച്ചു കഴിഞ്ഞാ പിന്നെ ശിക്ഷയില്ല. ഓ എന്റെ റബ്ബേ. ഓ ഒരു ചേഞ്ച് നല്ലതാ ഇസ്മായിൽക്ക. പൈസയാ, കച്ചവടം ചെയ്ത പൈസ. ഇങ്ങളാലിയും ജമാലുണ്ടല്ലോ, ഓനാളൊരു നരിയ ഇസ്മായിൽക്ക. അധ്വാനിച്ച് ജീവിക്കുന്ന സുഖം അതൊന്ന് വേറെ തന്നെയാ. എന്റെ മോക്ക് മീൻ വലിയ ഇഷ്ടാ. നീ ഒറ്റ മീനൊക്കെ ഞാൻ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇസ്മായിൽക്ക. ഓഹോ, അപ്പൊ കെട്ടിയോളം കുട്ടികളൊക്കെ ഓർമ്മയുണ്ടല്ലേ? അതെ,
ഞാൻ വീട്ടിൽ പോയി കുളിച്ചിട്ട് ഫ്രഷായിട്ട് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ. നമ്മളെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട്. ഇനിയൊരുത്തിന് പേടിക്കൊന്നും വേണ്ടല്ലോ. ഉമ്മക്ക് എന്താ ഇസ്മായിൽക്ക ഇതാദ്യം തോന്നാത്ത? എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. ഓക്കെ. ജമാലെ, ഞാൻ ജമാലിനെ കാത്തു നിന്നതാ. ദേഷ്യപ്പെടല്ലേ മോനെ. നീ കരുതണ പോലെ സന്തോഷത്തോടെ ജീവിച്ച ഒരാളല്ല ഞാൻ. എൻ്റെ ബാപ്പാൻ്റെ സ്വത്തും പണവും ഒന്നും മോഷിച്ചിട്ടില്ല. പെട്ടുപോയതാ ഞാൻ. ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഉമ്മ മരിച്ച 3 മക്കൾക്കൊരുമ്മ, അത്രയും ഞാൻ കരുതിയുള്ളൂ. ഉമ്മ നഷ്ടപ്പെട്ടതൊക്കെ ആനക്കറിയൂ. ഒരെത്തിയും കാനയിൽ വളർന്ന എനിക്ക് ബാപ്പ ഉമ്മയില്ല, സങ്കടപ്പെടാൻ ആരുമില്ല. ഭൂമി ചോദിക്കാനും പറയാനും ആരുമില്ലാത്തോണ്ട് എന്തു ആവാലോ. എൻ്റെ സങ്കടം ഞാൻ ആരോട് പറയാറില്ല. പറഞ്ഞാൽ തന്നെ ആര് കേൾക്കാൻ? ആര് മുമ്പിലും തോക്കൂലെന്ന വാശിയായിരുന്നല്ലോ എൻ്റെ ബാപ്പാക്ക്. പഞ്ഞിപ്പുയിൽ കുഞ്ഞമ്മത് തോറ്റത് ഒരാളെ മുന്നിലാ, എൻ്റെ മുന്നിൽ. ബാപ്പ മരിക്കണ ദിവസം അവറാനിക്ക് വന്നിരുന്നു. അന്നാ ഞാൻ ആദ്യമായിട്ട് ബാപ്പ കരയണത് കണ്ടത്. എന്താ ഒന്നും മിണ്ടാത്ത്? ഈ കാര്യം ഇരിക്കടോ. ഞാൻ എന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. തോറ്റുപോകുന്നത് എന്റെ മോൻ ജമാല, പണത്തിന്റെ പേരിൽ. അല്ലാണ്ട് ഓനെന്താടോ ഒരു കുറവ്? ഒരു കുറവുണ്ട്, എന്റെ മോനായി പോയി എന്നുള്ള കുറവ്. ബാപ്പാന്റെ സ്വത്ത് മക്കൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ല, പിന്നെ എന്തിനാടോ ഇതൊക്കെ? എന്റെ തലയണച്ചോട്ടിലെ താക്കോലുകൊണ്ട് എന്റെ അലമാര തുറക്കാനേ പറ്റൂ, എന്റെ മനസ്സ് തുറക്കാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടിപ്പോ ആര് തീരുമാനിച്ചെന്നാ? ബാപ്പാന്റെ സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാ എല്ലാ കുടുംബത്തിലും. മുമ്പ് എന്റെ തീരുമാനത്തിന് കള്ളം പറയേണ്ടി വന്നുനാ ഈ ഞാൻ. ഫാത്തിമ കരഞ്ഞുകൊണ്ടാ എന്നോട് ചോദിച്ചത്, ഈ വയനാട്ടിൽ ഒരു പെണ്ണ് കെട്ടിക്കോന്ന്. അങ്ങനെയൊന്നുമില്ല എന്നാ പാവത്തിനെ ഞാൻ പറഞ്ഞു പറ്റിച്ചതാ. അവസാനം സുലേഖ വന്നപ്പോ ഫാത്തിമ മക്കളെയും കൂട്ടി പടിയിറങ്ങേണ്ടി വന്നു. ഇപ്പോ എന്റെ മനസ്സിലൊരു വിങ്ങലാടോ. അതെന്റെ വയറ്റില് ദഹിക്കാണ്ട് കിടക്കുക. ഇപ്പോ എന്തിനൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞല്ല, ഇതിനെ കൊണ്ട് പറയിപ്പിച്ചല്ലേ. എന്റെ വളർച്ചയും തളർച്ചയും കണ്ടോനാ ഞാൻ. പലരെയും ഇനി കണ്ണീരൊടിപ്പിച്ച് എന്റെ പകിട്ടും പത്രാസും കാണിച്ച് എത്തിയും കാണില്ല കാക്കാനെ പറ്റിച്ചില്ലടാ ഇഞ്ഞ കൂടെ ഇറക്കിക്കൊണ്ടത്. ആ പാവം പാത്തുമാന്റെ കണ്ണീര് വീണ മുറ്റായത്. എന്നെ കൊണ്ടിഞ്ഞ് പയതൊന്നും കുയ്മാന്തി എടുപ്പിക്കലമ്മതേ. സ്വത്തിന്റെ പേരിൽ ജമാലി കല്യാണം വേണ്ടെന്ന് വെച്ചാല് ഇതുമതേ തോക്കുന്നത് ഓനല്ല, ഇഞ്ഞ. അതിഞ്ഞു മറക്കണ്ട.
എന്താ പറ്റിയേ? ഷംന, എന്താ പറ്റിയേ? വെള്ളം വേണം ചോദിച്ചൂടായിരുന്നോ? മോളെ ഷംന, മോളെ കുറച്ച് വെള്ളം കൊണ്ടുവാ. എന്താ നിങ്ങക്ക്? ജമാല്, ജമാലിനോട് എന്താ പറയണ്ടേ? ഇത് പ്രമാണ ബാപ്പയുടെ മുഴുവൻ സ്വത്തുക്കളുടെയും പ്രമാണം. എല്ലാം നിന്റെ പേരിലാ ബാപ്പ എഴുതി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന വീടടക്കം നിന്റെ പേരിലാ. എനിക്കും മോക്കും ഒന്നും വേണ്ട, ഞങ്ങൾ മാറിത്തരാം. എനിക്കൊന്നും വേണ്ട. വേണം, നിനക്കല്ല. മോനെ, ഒരിക്കലെങ്കിലും എന്നെ ഉമ്മ എന്ന് വിളിക്കണം. പകൽ പക്ഷി പറന്നകന്നു ഉരുകുന്ന ഹൃദയവുമായി ഇരുൾ വീണ വഴികളിൽ ഇന്നോ ഈറൻ മുകിലോ കണ്ണീർ പൊഴിച്ചു നിന്നു. പകൽ പക്ഷി പറന്നകന്നു ഉരുകുന്ന ഹൃദയവുമായി ബന്ധങ്ങളെല്ലാം പുണ്യകർമ്മങ്ങളാൽ അകലുകില്ലെന്നതോ നിത്യസത്യം. ബന്ധങ്ങളെല്ലാം പുണ്യകർമ്മങ്ങളാൽ അകലുകില്ലെന്നതോ നിത്യസത്യം. അരുതാത്ത വാക്കുകൾ മുറിവുകളായോ അറിയാതെ അപരാധിയായോ അറിയാതെ അപരാധിയായോ. പകൽ പക്ഷി പറന്നകന്നു ഉരുകുന്ന ഹൃദയവുമായി ഹൃദയം നിറയെ സ്നേഹനിലാവിനാൽ വെളിച്ചമേകുന്നതോ ജന്മപുണ്യം. ഹൃദയം നിറയെ സ്നേഹനിലാവിനാൽ വെളിച്ചമേകുന്നതോ ജന്മപുണ്യം. ആരോരുമറിയാത്ത നോവുകളിവിടെ ദുനിയാവിൻ ദുരിതക്കയങ്ങൾ ദുനിയാവിൻ ദുരിതക്കയങ്ങൾ. പകൽ പക്ഷി പറന്നകന്നു ഉരുകുന്ന ഹൃദയവുമായി ഇരുൾ വീണ വഴികളിൽ ഇന്നോ ഈറൻ മുകിലോ
കണ്ണീർ പൊഴിച്ചു നിന്നു പകൽ പക്ഷി പറന്നകന്നു ഉരുകുന്ന ഹൃദയവുമായി